നമസ്കാരം. ലാരി ഹോംസിന് മുന്നിലേക്ക് വന്നു വീണ ലൂക്കിന്റെ ബോഡിയിലേക്ക് നോക്കിയ ലാരി ഹോംസ് അടുത്ത നിമിഷത്തിൽ ആ ഫൈറ്റ് നടക്കുന്ന ഭാഗത്തേക്ക് അയാളുടെ കണ്ണുകൾ തിരിച്ചു. ലൂക്കിന്റെ ബോഡിയെ ഫോളോ ചെയ്ത മാർക്കിന്റെ കണ്ണുകൾ സ്വാഭാവികമായിട്ടും ലാരി ഹോംസിന്റെ കണ്ണുമായി കൂട്ടിമുട്ടുന്നു. അങ്ങനെയാണ് ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ ഒന്ന് കോർന്നു. ലെജൻഡറി ഗോഡ് ഓഫ് വാർ ലാരി ഹോംസ് തന്നെ നോക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ഒരു നിമിഷം ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നിട്ട് പതുക്കെ കണ്ണ് പിൻവലിച്ചു. ഈ സമയത്ത് ഓഫീസേഴ്സ് ഇരിക്കുന്ന ഭാഗത്ത് ലോങ് വല്ലാത്ത സന്തോഷത്തിലാണ്. ലോങ്ങിന്റെ അടുത്തിരിക്കുന്ന ആ സെൻട്രൽ പ്ലെയിൻസിലെ ഓഫീസർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലാസ്റ്റ് ബട്ട് ഒന്നാണ് അവർ. അവസാനത്തതിന് തൊട്ട് മുന്നിലുള്ള സ്ഥാനമാണ് അവർക്ക്. ചിൽഷേറിനെ തോൽപ്പിച്ചാണ് ആ സ്ഥാനം അവരെപ്പോഴും നേടിയിരുന്നത്. ഇതാ അതേ ചിൽഷേറിനോട് അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് മതിമറന്നുപോയ ലോങ് തന്റെ അടുത്തിരിക്കുന്ന സണ്ണിനോട് പറഞ്ഞു, ഹേയ് സൺ, ഈ പ്രാവശ്യം നീ ഭയക്കേണ്ട കാര്യമില്ല. അവസാന സ്ഥാനം നിനക്ക് തന്നെയാണ്. ഒന്നാം സ്ഥാനക്കാരനെയും അവസാന സ്ഥാനക്കാരനെയല്ലേ എല്ലാവരും ഓർക്കത്തുള്ളൂ. ലോങ്ങും സണ്ണും തമ്മിൽ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുമ്പോൾ ഫൈറ്റ് നടന്ന ആ വെന്യൂവിൽ നിന്ന് മാർക്ക് ഫെല്ലർ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. മാർക്ക് താഴെ ഇറങ്ങി വന്നതും മാർക്കിന്റെ ടീം അംഗങ്ങൾ മാർക്കിനടുത്തേക്ക് ഓടിയെത്തി. അവർ മാർക്കിനെ വളയുകയായിരുന്നു പറയാം. കോച്ച് മാർക്ക്, എങ്ങനെയാ ആ ലൂക്കിനെ ഇടിച്ചു തെറിപ്പിച്ചത്? കോച്ച് മാർക്ക്, അങ്ങ് ശരിക്കും ഞങ്ങളുടെ അഭിമാനമാണ്. മാർക്കിന്റെ ആ ശിഷ്യന്മാർക്ക് മാർക്കിനെ കുറിച്ച് പറയാൻ 100 നാവാണ്. അതിനേക്കാൾ ഏറെ സന്തോഷം പയസിന്റെ മുഖത്തുണ്ട്. പയസ് ശരിക്കും സന്തോഷത്തിലാണ്. ചിൽഷേറിനെ വിജയിപ്പിക്കുക എന്നുള്ള ദൗത്യമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു താല്പര്യവും പയസിനുണ്ടായിരുന്നില്ല. ഇതാ ചിൽഷേർ വിജയിച്ചിരിക്കുന്നു. മാർക്കിന്റെ കഴിവ് കൊണ്ടാണ് അത് സംഭവിച്ചതെന്നുള്ള കാര്യം പയസിന് നന്നായിട്ട് അറിയാം. പയസ് ഓടി വന്ന് മാർക്കിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. മാർക്കിനെ കെട്ടിപ്പിടിച്ച പയസും മാർക്കിന്റെ പുറത്ത് തൊട്ടു നോക്കുന്ന മാർക്കിന്റെ ആ ശിഷ്യന്മാരൊക്കെ വീണ്ടും വീണ്ടും മാർക്കിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാ ആ ലൂക്കിനെ ഇടിച്ചു തെറിപ്പിച്ചത്? ലൂക്ക് തെറിച്ചുപോയ ആ കാഴ്ച വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ആ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു 10 അടി അപ്പുറത്തേക്ക് ആ VIP ഇരിക്കുന്ന ഭാഗത്താണ് ലൂക്ക് ചെന്ന് വീണത്. അത്രയും ദൂരത്തേക്ക് ലൂക്കിനെ ഇടിച്ചു തെറിപ്പിക്കാൻ ചില്ലറ പവറൊന്നും പോരാ. അതുകൊണ്ട് തന്നെ ആ പട്ടാളക്കാർ മാർക്കിന്റെ കൈയൊക്കെ പിടിച്ചു നോക്കുകയാണ്. അവർക്ക് മാർക്കിനെ തൊട്ടു നോക്കിയിട്ട് മതിയാകുന്നില്ല. ഈ കാഴ്ച കണ്ട ലോങ് മാർക്കിനെ അയാളുടെ അടുത്തേക്ക് വിളിച്ചു. മാർക്ക് ആ ട്രെയിനീസിന്റെ അടുത്ത് നിന്ന് നടന്ന് ലോങ്ങിനടുത്ത് വന്നു. മാർക്ക് ലോങ്ങിനടുത്തെത്തിയപ്പോൾ ലോങ് ശരിക്കും സന്തോഷത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും എന്നെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. താങ്ക് യു മാർക്ക്. സാർ, ഇതൊക്കെ അങ്ങ് സംഭവിക്കുന്നതല്ലേ, ഇതൊന്നും വലിയ കാര്യമല്ല. മാർക്ക്, അതങ്ങനെ അല്ല. ഞാൻ എത്ര കൊല്ലമായിട്ട് ചിൽഷേറിനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് അറിയാമോ? ഇതുവരെ എനിക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ കമാൻഡർ ലോങ് പറഞ്ഞപ്പോൾ മാർക്ക് കമാൻഡറോട് ചോദിച്ചു, കമാൻഡർ, ഇനി അടുത്ത മത്സരം എപ്പോഴായിരിക്കും? മാർക്ക്, അവിടെയാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. മാർക്ക്, ഇപ്പോ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ നേടിയ പോയിന്റുകൾ ചിലപ്പോൾ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ഫൈനലിൽ എത്തിക്കും. 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ 2 ടീമിനും പോയിന്റുകൾ കിട്ടും. കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീമാണ് വിജയിക്കുക. ആകെയുള്ള 12 ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ 6 ടീമുകൾ വിജയിച്ചിട്ടുണ്ടാവും. ആ വിജയിച്ച 6 ടീമുകളിൽ ഏറ്റവും അധികം പോയിന്റ് നേടിയ 2 ടീമാണ് ഫൈനലിൽ കടക്കുക. ഈക്വൽ പോയിന്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ടൈ ബ്രേക്കിംഗ് മത്സരം ഉണ്ടാവും. ഇപ്പോൾ ചിൽഷേർ 5 മിനിറ്റ് കൊണ്ടാണ് വിജയിച്ചിരിക്കുന്നത്. അതൊരു റെക്കോർഡാവും. സ്വാഭാവികമായിട്ടും ഒരുപാട് പോയിന്റും അവർക്ക് കിട്ടും. കൂടുതൽ പോയിന്റ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈനൽ കടക്കാൻ പറ്റും. കമാൻഡർ ലോങ് അക്കാര്യം മാർക്കിനോട് പറഞ്ഞപ്പോൾ മാർക്ക് കമാൻഡർ ചോദിച്ചു, അല്ല കമാൻഡർ, നമുക്ക് എത്ര പോയിന്റ് കിട്ടും? മാർക്ക് വെയിറ്റ് ചെയ്യ്, ആ ജഡ്ജസ് മാർക്ക് ഇടുന്ന കണ്ടില്ലേ? ലോങ് പറഞ്ഞ ഭാഗത്തേക്ക് അപ്പോഴാണ് മാർക്ക് നോക്കുന്നത്. അവിടെ ഒരു ടീമുണ്ട്. ആ ടീം അപ്പോൾ കഴിഞ്ഞ ആ മത്സരത്തിന്റെ പോയിന്റുകൾ ടാലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 7 ടീമാണ് ആ മത്സരത്തെ വിലയിരുത്തുന്നത്. 2 ഭാഗത്തും 18 ആളുകൾ വീതമുള്ള ഒരു ഫൈറ്റ് ആയതുകൊണ്ട് ആ ഫൈറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്കും സൂക്ഷ്മമായി അവർ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തി കിട്ടുന്ന പോയിന്റ് കൂട്ടി അവർ അവതരിപ്പിക്കും. സകല ആളുകളും ആ പോയിന്റ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുമ്പോൾ അനൗൺസർ മൈക്ക് കയ്യിലെടുത്തു. ഇപ്പോ ഇവിടെ നടന്ന സെൻട്രൽ പ്ലെയിൻസും ചിൽഷേറും തമ്മിലുള്ള മത്സരത്തിന്റെ വിജയിയെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. വിജയ് ആരാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമില്ല എന്ന് ഞങ്ങൾക്കറിയാം. വിജയ് ചിൽഷേറാണ്. ചിൽഷേറിന്റെ പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മത്സരത്തിൽ ചിൽഷേർ നേടിയിരിക്കുന്നത്
100 പോയിന്റാണ്. ആ കോമ്പറ്റീഷനിലെ മാക്സിമം പോയിന്റാണ് 100. ആ 100 പോയിന്റും ചിൽഷർ നേടിയെന്ന് പറഞ്ഞതും ശരിക്കും ഒരു ആരവം ചിൽഷറുകാരുടെ ഇടയിൽ നിന്നുണ്ടായി. അതേസമയത്ത് അനൗൺസർ ഒരു കാര്യം കൂടി പറയുകയാണ്. 100 പോയിന്റ് നേടിയ ചിൽഷർ VIP സ്റ്റാൻഡ് തകർത്തതുകൊണ്ട് അവരുടെ പോയിന്റിൽ നിന്ന് പെനാൽറ്റി ആയിട്ട് ഒരു പോയിന്റ് കുറയ്ക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആഞ്ഞിടിച്ചപ്പോൾ ലൂക്ക് തെറിച്ചു വന്ന് വീണത് VIP സ്റ്റാൻഡിലാണ്. ആ VIP സ്റ്റാൻഡിൽ സ്വാഭാവികമായിട്ടും ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഒരു പോയിന്റ് കുറച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് അനൗൺസർ പറഞ്ഞു, ചിൽഷെയർ ഇന്നത്തെ മത്സരത്തിൽ 99 പോയിന്റ് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് ചിൽഷെയറിന് ഇനിയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഇനി ഫൈനലിൽ പങ്കെടുക്കാം. മറ്റേതെങ്കിലും ടീം 99 പോയിന്റ് നേടുകയോ അതിന് മുകളിൽ 100 പോയിന്റ് നേടുകയോ ചെയ്താൽ മാത്രമേ ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. ഇനിയുള്ളത് 10 ടീമുകളാണ്. ആ 10 ടീമുകളിൽ ഏതെങ്കിലും ടീം 100 മാർക്ക് നേടിയാൽ സ്വാഭാവികമായിട്ടും ചിൽഷെയർ വീണ്ടും മത്സരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ചിൽഷെയർ ഫൈനൽ തന്നെയാണ്. കാര്യങ്ങൾ വ്യക്തമായതും മാർക്ക് കമാൻഡർ ലോങ്ങിനോട് പറഞ്ഞു, കമാൻഡർ അപ്പോൾ ഈ ഫൈനൽ മത്സരം എപ്പോഴായിരിക്കും? മാർക്ക്, അത് നാളെയാണ്. കമാൻഡർ, അപ്പോൾ ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ, ഞാനൊന്ന് പുറത്തോട്ട് പൊയ്ക്കോട്ടെ. ഈ മാർക്ക് എവിടെയാണ് പോകുന്നത്? കമാൻഡർ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ന്യൂസ് സെലസ്റ്ററിൽ വരുന്നത്. ന്യൂസ് സെലസ്റ്ററൊക്കെ ഒന്ന് കാണണം. എനിക്ക് മനസ്സിലായി. കമാൻഡർ ലോങ്ങും മാർക്കിന്റെ കഥ കേട്ടിട്ടുണ്ട്. മാർക്കും ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്കും തമ്മിൽ അടുപ്പത്തിലാണെന്നുള്ള കഥ കമാൻഡർ ലോങ് കേട്ടിട്ടുള്ള കഥയാണ്. കമാൻഡർ ലോങ് ഒന്ന് പുഞ്ചിരിച്ചതും മാർക്ക് കമാൻഡറോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ ഗേറ്റിന് പുറത്ത് സാക്ഷാൽ നീൽ ഫ്ലെമിംഗ് കാത്തു നിൽക്കുകയാണ്. മാർക്ക് നീലിനെ കണ്ടതും നീലിനോട് പറഞ്ഞു, നീൽ, നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. മാർക്ക്, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നീൽ, അതൊക്കെ ഞാൻ പറയാം, ബാ നമുക്ക് ഒരു ടാക്സി പിടിക്കാം. മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ സമീപത്ത് തന്നെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. മാർക്കും നീലും കൂടി ആ ടാക്സി സ്റ്റാൻഡിലെത്തി ഒരു ടാക്സി പിടിച്ചു. ടാക്സി കയറിയ മാർക്ക് ആ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, എനിക്ക് ബ്ലാക്ക് കുടുംബത്തിന്റെ മാൻഷനിലേക്ക് പോകണം. അത് കേട്ടതും ഡ്രൈവർ മാർക്കിനൊന്ന് നോക്കിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തു. നീൽ ഫ്ലെമിംഗ് കൗതുകത്തോടെയാണ് ആ സമയത്ത് മാർക്കിന് നോക്കിയത്. നീല് മാർക്കിനോട് ചോദിക്കുകയും ചെയ്തു, മാർക്ക്, എമിലിയെ കാണാൻ പോവുകയാണോ? ശബ്ദം താഴ്ത്തിയാണ് നീൽ അങ്ങനെ ചോദിച്ചത്. മാർക്ക് നീലിനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ നിമിഷത്ത് മാർക്കിന്റെ മുഖത്തേക്ക് രക്തം എരിച്ചു കയറുന്നത് നീല് കാണുകയും ചെയ്തു. മാർക്ക് പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ്. അതുപോലെ നീലും. മിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താലാണ് ബ്ലാക്ക് കുടുംബത്തിന്റെ വസതിയിലെത്തുക. മിഡിൽ സിറ്റിയും ചിൽഷെയറിലെ ചിൽടൗണും ബായ് സിറ്റിയും ജിയാങ് മിങ് മേഖലയിലെ ബിൻസ് പ്രൊവിൻസും ഒക്കെ മാത്രം കണ്ട് പരിചയിച്ചിട്ടുള്ള മാർക്ക് ഫെല്ലർക്കും അതുപോലെ നീൽ ഫ്ലെമിങ്ങിനും ആ ടാക്സിയിലുള്ള യാത്ര വല്ലാത്തൊരു അതിശയം ഉണ്ടാക്കുകയാണ്. ശരിക്കും അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുടെ ഒരു നീണ്ട നിര തന്നെ അവർക്ക് റോഡിന്റെ ഇരുവശത്തും കാണാം. അമ്പരചുംബികൾക്ക് മുന്നിലൂടെയുള്ള ആ റോഡും അതിമനോഹരമാണ്. രാജ്യതലസ്ഥമായ ന്യൂ സെലസ്റ്റർ ശരിക്കും നീലിനെയും അതുപോലെ മാർക്കിനെയും വളരെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. മനോഹരങ്ങളായ കാഴ്ചകളാണ് എല്ലാ ഭാഗത്തും ഉള്ളത്. ചിൽടൗണിലും മിഡിൽ സിറ്റിയിലൊക്കെ അവരും ഷോപ്പിംഗ് മാളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ കാണുന്ന ഷോപ്പിംഗ് മാളുകൾ അവരെ വല്ലാതെ ഞെട്ടിപ്പിക്കുകയാണ്. കൂറ്റൻ ഷോപ്പിംഗ് മാളുകൾ, ഇഷ്ടംപോലെ ആളുകൾ, നല്ല തിരക്കുള്ള തെരുവുകൾ. ആ കാഴ്ചകളൊക്കെ കണ്ട് അവർ ആ കാഴ്ച തന്നെ മതിമറന്നിരിക്കുമ്പോൾ അവരുടെ വാഹനം ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. എന്തിനാ കാർ സ്റ്റോപ്പ് ചെയ്തെന്ന് ഡ്രൈവറോട് മാർക്ക് ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഡ്രൈവർ മാർക്കിനോട് പറഞ്ഞു, കാറ് ഇതുവരെ പോകത്തുള്ളൂ. ഇത് മുതൽ ബ്ലാക്ക് കുടുംബത്തിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്, അവിടേക്ക് പോകാൻ എനിക്ക് അനുവാദമില്ല. അങ്ങനെ ആ ഡ്രൈവർ പറഞ്ഞതും മാർക്കും നീലും കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഡ്രൈവർക്കുള്ള പണം കൊടുത്തതിന് ശേഷം അവർ മുന്നോട്ട് നടക്കുകയാണ്. ശരിക്കും മുന്നിൽ അവർ കാണുന്നത് ഒരു കോട്ട തന്നെയാണ്. ആ കോട്ടയ്ക്കും അകത്ത് അങ്ങ് അകലെയായി ഒരു വില്ല അവർക്ക് കാണാം. ബ്ലാക്ക് കുടുംബത്തിന്റെ വില്ലയാണ്. പക്ഷെ അതൊരു വില്ലയാണെന്ന് പറഞ്ഞാൽ ആരും ആ പറയുന്ന ആൾ തല്ലിപ്പോവും. കാരണം ആ വില്ല വെറുമൊരു വില്ലയല്ല, അത് ശരിക്കും ഒരു കൊട്ടാരം തന്നെയാണ്. മെയിൻ ഗേറ്റിൽ നിന്ന് ഒത്തിരി അകലെയാണ് ആ കൊട്ടാരം. അമ്പരപ്പോടെയാണ് ആ കാഴ്ച നീൽ ഫ്ലെമിങ്ങും മാർക്കും കാണുന്നത്. മാർക്കിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ചില ഭാവങ്ങൾ കടന്നു വരികയാണ്.
കണ്ണുകൊണ്ട് അളക്കാൻ കഴിയാത്തത്ര വലിപ്പമുള്ള ഒരു പ്രദേശത്താണ് ആ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ബിൽഡിങ്ങുകൾ അവിടെയുണ്ട്. അത്രയും സമ്പത്തുള്ള ആ ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്കിനെയാണ് മാർക്ക് പ്രപ്പോസ് ചെയ്യേണ്ടത്. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ ഒരു ടെൻഷനുണ്ട്. മാർക്കും നീൽ ഫ്ലെമിംഗും കൂടി ആ ഗേറ്റിനടുത്തേക്ക് നടന്നു വരുമ്പോൾ നീൽ ശരിക്കും ഒരു മായിക ലോകത്തിൽ വന്ന ഭാവത്തിലാണ്. അവന് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് അവൻ മുന്നിൽ കാണുന്നത്. നീലും മാർക്കും ആ ഗേറ്റിനടുത്ത് എത്തിയതും പെട്ടെന്ന് കാവൽക്കാർ മാർക്കിനെ തടഞ്ഞു. ഏയ്, ആരാ നിങ്ങൾ? ഒരു ഗേറ്റ് കീപ്പർ മാർക്കിനെ തടഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, എനിക്ക് മിസ് ബ്ലാക്കിനെ ഒന്ന് കാണണം. മിസ് ബ്ലാക്കിനെയോ? ഏത് മിസ് ബ്ലാക്ക്? എനിക്ക് കാണേണ്ടത് മിസ് എമിലി ബ്ലാക്കിനെയാണ്. മിസ് എമിലി ബ്ലാക്കിനെ കാണണമെന്ന് മാർക്ക് ഫെല്ലർ പറഞ്ഞപ്പോൾ ആ ഗേറ്റിനടുത്തുള്ള ബാക്കി സെക്യൂരിറ്റി ഗാർഡുകളും മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. ശരിക്കും അവരുടെ കണ്ണുകളിൽ ഒരു അവിശ്വസനീയത ഉണ്ട്. കേട്ട കാര്യം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം അവരുടെ കണ്ണുകളിലുണ്ട്. മാർക്കിനെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് സംസാരിക്കുന്ന സെക്യൂരിറ്റിക്കാരൻ മാർക്കിനോട് ചോദിച്ചു, അല്ല, എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. ദയവായി എന്നെ അകത്തേക്ക് വിടാവോ? അത് കേട്ടതും ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, ഹലോ, ഇവിടെ പെർമിഷൻ ഉണ്ടെങ്കിലേ അകത്ത് കിടക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മിസ് ബ്ലാക്കിനോട് അവരെ കാണാനായി ഒരു മാർക്ക് ഫെല്ലർ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് പറയാമോ? മാർക്കിന്റെ വളരെ താഴ്മയോടുള്ള സംസാരം ആ സെക്യൂരിറ്റി ഗാർഡിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. അയാൾ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ മിസ് ബ്ലാക്കിനോട് ഈ കാര്യം പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ നടന്നു ചെന്നത് ബൈക്കുകൾ നിരത്തി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അതിൽ നിന്നൊരു ബൈക്ക് എടുത്തുകൊണ്ട് അയാൾ ആ കോമ്പൗണ്ടിനകത്തേക്ക് നീങ്ങി. ശരിക്കും കോമ്പൗണ്ടിന് ഉള്ളിലാണ് ഈ വില്ലകൾ ഉള്ളത്. റോഡ് നിൽക്കുമ്പോഴേ ദൂരമുള്ള പാലസുകൾ കാണാം. എന്നാലും പാലസും ഗേറ്റും തമ്മിൽ നല്ല ദൂരമുണ്ട്. ആ ദൂരം കവർ ചെയ്യാനായിട്ടാണ് ആ സെക്യൂരിറ്റി ഗാർഡ് അയാളുടെ ബൈക്ക് എടുത്തത്. മാർക്ക് ഫെല്ലറും നീൽ ഫ്ലെമിംഗും ഈ സമയത്ത് ആ ഗേറ്റും മതിലും ഒക്കെ സൂക്ഷിച്ചു നോക്കുകയാണ്. ആ ഗേറ്റും മതിലും ദൂരെ കാണുന്ന പാലസും ഒക്കെ ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ആ അറിവ് നീലിനും മാർക്കിനും തെല്ലൊന്നുമല്ല അമ്പരപ്പുണ്ടാക്കിയത്. അവരങ്ങനെ ആ കോമ്പൗണ്ടിനകത്ത് ഗേറ്റിലൂടെ കാണുന്ന കാഴ്ചകൾ നോക്കി നിൽക്കുമ്പോൾ സാക്ഷാൽ എമിലി ബ്ലാക്ക് അവളുടെ മുറിയിൽ ഒരു ഫയല് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ CEO ആയിട്ടുള്ള കമ്പനിയുടെ ചില കാര്യങ്ങളൊക്കെയാണ് അവൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ് എമിലി ബ്ലാക്ക് അവളുടെ ആ ബിസിനസിനെ നോക്കിക്കാണുന്നത്. ഓൾഡ് മാസ്റ്റർ എമിലിയുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് പുതിയ പുതിയ ടാസ്ക് കൊടുക്കുന്നതാണ്. വളരെ സീരിയസ് ആയിട്ട് എമിലി ആ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എമിലിയുടെ മുറിയിലേക്ക് അവളുടെ ഒരു പരിചാരകൻ കടന്നു വന്നു. മിസ് ബ്ലാക്ക്, ഒരാൾ അങ്ങേ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ്. എന്നെ കാണണമെന്നോ? ആരായാൾ? എന്താ അയാളുടെ പേര്? ഫയലിൽ നിന്ന് കണ്ണെടുക്കാതെയാണ് എമിലി ബ്ലാക്ക് ആ ചോദ്യങ്ങൾ ചോദിച്ചത്. മിസ് ബ്ലാക്ക്, അയാളുടെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ് അയാൾ പറഞ്ഞത്. മാർക്ക് ഫെല്ലർ എന്ന പദം കേട്ടതും എമിലി പെട്ടെന്നൊന്ന് തിരിഞ്ഞു. അവൾ ആ പരിചാരകനോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? ആര് വന്നെന്നാ പറഞ്ഞേ? മിസ് ബ്ലാക്ക്, ഒരു മാർക്ക് ഫെല്ലറാണ് ഗേറ്റിൽ കാത്തു നിൽക്കുന്നത്. ആ പരിചാരകൻ വീണ്ടും ആ വാചകം പറഞ്ഞതും എമിലി അവളുടെ കയ്യിൽ നിന്ന ഫയൽ അവിടെയുള്ള സോഫയിലേക്ക് എറിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. ശരിക്കും ആ പരിചാരകൻ ആ ഓട്ടം കണ്ട് ഞെട്ടിയെന്ന് പറയാം. അവൾ ആദ്യമായിട്ടാണ് എമിലി ബ്ലാക്ക് ആ ശൈലിയിൽ ഇടപെടുന്നത് കാണുന്നത്. അയാൾ അമ്പരപ്പോടെ എമിലി നോക്കുമ്പോഴേക്കും അയാളെ പാസ് ചെയ്ത് എമിലി ഓടിപ്പോകുന്നതാണ് അയാൾ കണ്ടത്. അയാൾ ഓടി പൂമുഖത്തേക്ക് വരുമ്പോൾ എമിലി അവിടെയുള്ള ഒരു കാറ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ മലയുടെ മുകളിലാണ് എമിലിയുടെ ആ പാലസ് സ്ഥിതി ചെയ്യുന്നത്. താഴെയാണ് ഗേറ്റ്. മലയുടെ മുകളിൽ നിന്ന് ഗേറ്റിലേക്ക് പോകാനും വരാനും വാഹനങ്ങളുണ്ട്. എമിലിയുടെ ആ ചുവപ്പ് നിറത്തുള്ള കാറ് അതിവേഗം ആ പാലസിൽ നിന്ന് ഗേറ്റിലേക്ക് തിരിച്ചു. ഈ സമയത്ത് മാർക്കിന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട്. അവന്റെ പ്രണയിനി എമിലി ബ്ലാക്ക് ആ വസതിയിലാണ് താമസിക്കുന്നത്. എമിലി ബ്ലാക്കിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതാ മാർക്ക് കാണാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാർക്കിന്റെ മുഖത്ത് ഒരു വല്ലാത്ത ടെൻഷനാണ്. എന്തെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ടെൻഷൻ മാർക്കിനുണ്ട്. മാർക്ക് ടെൻഷനോടെ ആ ഗേറ്റിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് നീല് മാർക്കിനെ പോലും ശ്രദ്ധിക്കാതെ ആ കോമ്പൗണ്ടിനകത്തുള്ള ഓരോ കാഴ്ചകളും കണ്ണുകൾ തുറന്നു പിടിച്ച് കാണുകയാണ്. അവനൊരിക്കലും സ്വപ്നം കാണാൻ കഴിയുന്ന കാഴ്ചകളല്ല അവനകത്ത് കാണുന്നത്. അതിൻ്റെതായ ഒരു കൗതുകവും അതിശയവും ഒക്കെ നീൽ ഫ്ലെമിംഗിന്റെ കണ്ണുകളിലുണ്ട്.
ആ സമയത്താണ് അവിടെ ചുവപ്പ് നിറത്തിലുള്ള ആ കാറ് വന്ന് നിൽക്കുന്നത്. കാർ നിൽക്കുന്ന ശബ്ദം മാർക്ക് ഫെല്ലറും നീൽ ഫ്ലെമിംഗും കേട്ടു. അവർ രണ്ടുപേരും അകത്ത് വന്നു നിന്ന കാറിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാറിനകത്തുനിന്ന് ആ ഒരു പുറത്തിറങ്ങുന്നതാണ് അവർ കണ്ടത്. ഇറങ്ങുന്ന ആളിൻ്റെ കറുത്ത തലമുടി കാറ്റടിച്ച് പറക്കുന്ന കാഴ്ചയാണ് ആദ്യം മാർക്കിൻ്റെ കണ്ണിൽപ്പെട്ടത്. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഒരു വൈദ്യുതി മാർക്കിൻ്റെ ശരീരത്തിലൂടെ കടന്നു പോയതുപോലെ ഒരു ഫീൽ മാർക്കിനുണ്ടായി. മാർക്കിനെ കണ്ടതും എമിലി മാർക്കിന് നേരെ അതിവേഗം നടന്നു വരികയാണ്. എമിലി ബ്ലാക്കിനെ കണ്ട മാർക്കും അതിവേഗം എമിലിക്കെതിരെ നടന്നു തുടങ്ങി. അനവധി സെക്യൂരിറ്റി ഗാർഡുകൾ അവിടെയുണ്ട്. അവരൊക്കെ ആ കാഴ്ച കാണുകയാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ ദ ഒണാൻറ്റുള്ളി എമിലി ബ്ലാക്ക് ഇതാ ഒരു ചെറുപ്പക്കാരൻ നേരെ നടന്നു വരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് മനസ്സിലാക്കും മുമ്പ് എമിലി മാർക്കിനടുത്തെത്തി എമിലി കൈ ഉയർത്തി മാർക്കിന്റെ തലയിൽ നിന്നും തട്ടിയിട്ട് എമിലി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, കിങ് ഓഫ് സിൽഷെയർ, ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അവൾ മാർക്കിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസം. തന്നെ എമിലി ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും മാർക്ക് എമിലിയുടെ കയ്യിലേക്ക് പിടിച്ചു. എമിലിയുടെ കയ്യിലേക്ക് പിടിച്ച മാർക്ക് എമിലിയെ പെട്ടെന്ന് അവന്റെ ദേഹത്തോട് വലിച്ചടിപ്പിക്കുകയായിരുന്നു. എമിലിയെ തന്റെ ദേഹത്തേക്ക് വലിച്ചടിപ്പിച്ച മാർക്ക് അവളെ രണ്ട് കൈ കൊണ്ടും അങ്ങ് പുണർന്നു. ശരിക്കും ആ സെക്യൂരിറ്റി ഗാർഡുകൾ ഞെട്ടിപ്പോയ ഒരു നിമിഷമാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ കണ്ണിലുണ്ണിയാണ് എമിലി ബ്ലാക്ക്. ബ്ലാക്ക് കുടുംബത്തിന്റെ ഓൾഡ് മാസ്റ്ററുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെറുമകളെ ഇതാ പരസ്യമായി ഒരു ചെറുപ്പക്കാരൻ കെട്ടിപ്പിടിക്കുന്നു. സെക്യൂരിറ്റി ഗാർഡുകൾ സകലരും ഞെട്ടി അങ്ങനെ തരിച്ചു നിൽക്കുമ്പോൾ എമിലിയുടെ കൈകൾ മാർക്കിനെയും ഒന്ന് ചുറ്റുകയാണ്. എമിലിക്കും മാർക്കിനും അടുത്ത് ഏകദേശം ഒരു 5 അടി വ്യത്യാസത്തിൽ സാക്ഷാൽ നീൽ ഫ്ലെമിംഗ് നിൽക്കുകയാണ്. നീല് ഏതാണ്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ പരസ്യമായി മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിനെ കെട്ടിപ്പിടിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് അവന്റെ മുഖം വായിക്കുന്ന നമുക്ക് മനസ്സിലാവും. മാർക്ക് ഫെല്ലറുടെ മുഖത്തേക്ക് എമിലിയുടെ ആ നീണ്ട കറുത്ത തലമുടി വീണ് കിടക്കുകയാണ്. മാർക്ക് ആ തലമുടിയിലേക്ക് അവന്റെ മുഖം ഒന്ന് കൊണ്ടുവന്നു. ശരിക്കും ഒരു പ്രത്യേക ഗന്ധം ആ തലമുടിയിലേക്ക് മുഖം കൊണ്ടുവന്നപ്പോൾ മാർക്കിന്റെ മൂക്കിലോട്ട് വരുന്നുണ്ട്. എമിലിയുടെ ബോഡിയുടെ ഗന്ധവും ആ തലമുടിയുടെ ഗന്ധവും ചേർന്ന് ശരിക്കും മാർക്കിനെ മത്തു പിടിപ്പിക്കുന്ന ഒരു ഗന്ധം അവിടെ ഉണ്ടായിരിക്കുകയാണ്. ആ ഗന്ധം തന്റെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന മാർക്ക് ഒരു വല്ലാത്ത ലോകത്തിലാണ്. മാർക്ക് തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എമിലിക്ക് അറിയാം. എമിലി നിശബ്ദയായി മാർക്കിന്റെ നെഞ്ചിലോട്ട് തല ചാച്ചു വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈ കാഴ്ച മുകളിൽ എമിലി ബ്ലാക്കിന്റെ വസതിയിൽ 2ാമത്തെ നിലയിൽ നിന്ന് ഒരാൾ സശ്രദ്ധം വീക്ഷിക്കുകയാണ്. എമിലിയുടെ ഗ്രാൻഡ്പ ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ആ കാഴ്ച സ്വാഭാവികമായും സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾ നേരം എമിലിയെ അങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്ന മാർക്ക് അവസാനം എമിലിയെ സ്വതന്ത്രയാക്കി. എന്നിട്ട് മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, ഈ ലോകമുള്ളിടത്തോളം കാലം എനിക്ക് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാർക്ക്, എനിക്കും അതേ ആഗ്രഹമാണ് ഉള്ളത്. അതുകൂട്ടെ മാർക്ക്, എങ്ങനെയുണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ? മാർക്കിന്റെ വിജയങ്ങളൊക്കെ ഞാൻ കൃത്യമായി അറിയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് നീൽ ഫ്ലെമിംഗ് അവരോട് ചോദിക്കുന്നത്, അല്ല മാർക്ക്, ഇതാണോ എമിലി ബ്ലാക്ക്? അങ്ങനെ നീൽ ഫ്ലെമിംഗ് ചോദിക്കുമ്പോൾ ആ ചോദ്യം കേട്ട ഭാവം പോലുമില്ല മാർക്കിനും എമിലിക്കും. രണ്ടുപേരും വേറെ ഏതോ ലോകത്താണ്. എമിലി മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക് എങ്ങനെ ഇവിടെ എത്തിയത്? എമിലി, ഞാൻ ചിൽഷർ ഡിവിഷന് പരിശീലനം കൊടുക്കുന്നുണ്ട്, അവരോടൊപ്പമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഓ, ഞാൻ വായിച്ചിരുന്നു, മാർഷൽ ഡിസ്ട്രിക്റ്റുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കുകയാണല്ലോ, അത് ചിൽഷറിന്റെ പാർട്ടാണല്ലേ മാർക്ക്? നന്നായി. അങ്ങനെ പറഞ്ഞ എമിലി പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് വീട്ടിലേക്ക് വരുന്ന? എമിലി ബ്ലാക്ക് ആ ചോദ്യം ചോദിച്ചപ്പോൾ മാർക്ക് ഒരു നിമിഷം ഒന്ന് കുഴങ്ങി. എമിലി കാണുക, സംസാരിക്കുക എന്നതല്ലാതെ അവളുടെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് മാർക്ക് യഥാർത്ഥത്തിൽ ആലോചിച്ചിരുന്നില്ല. അവളുടെ വീട്ടിലേക്ക് മാർക്കിനെ അവളെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ മാർക്കിന് ഒരു പതർച്ച ഉണ്ടായി. ആ പതർച്ച മനസ്സിലാക്കിയ എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക് പേടിയുണ്ടോ? ഏയ് എമിലി, എമിലി കൂടെ ഉള്ളപ്പോൾ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? എമിലി വിളിച്ചതല്ലേ, ഞാനും വരാം. അങ്ങനെ എമിലിയോട് മാർക്ക് പറഞ്ഞതും എമിലി മാർക്കിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ആ കാറിന് നേരെയാണ് അവർ നടക്കുന്നത്. ഈ നിമിഷത്തിൽ അവിടെ നീൽ ഫ്ലെമിംഗ് അങ്ങനെ നിൽക്കുകയാണ്.
നീലിനെ അവർ രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നതേയില്ല. നീലൊരു സംശയം, കാറിനടുത്തേക്ക് പോകണമോ വേണ്ടയോ എന്നാണ് അവൻ്റെ സംശയം. അവനങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴേക്കും മാർക്കും എമിലിയും കാറിലേക്ക് കയറി കഴിഞ്ഞു. ശരിക്കും ഇത്രയും നേരം നിശബ്ദരായി ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ സെക്യൂരിറ്റി ഗാർഡുകൾ. ഏതാനും മിനിറ്റുകൾ നേരം അവരുടെ മുന്നിൽ അവർ കണ്ട ആ കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. സാക്ഷാൽ എമിലി ബ്ലാക്ക് ഒരു ചെറുപ്പക്കാരനെ പരസ്യമായി കെട്ടിപ്പിടിക്കുക, അയാളുടെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ മുന്നിലൂടെ നടക്കുക, അയാളെ കൊണ്ട് കാറിൽ കയറുക. ഇത് കാർ സ്റ്റാർട്ടായിരിക്കുകയാണ്. ആ കാറ് സാവധാനം മുകളിലേക്ക് അങ്ങനെ ഒഴുകി നീങ്ങുകയാണ്. കാർ വളരെ സാവധാനമാണ് പോകുന്നത്. കാറിലിരിക്കുന്ന എമിലിയും മാർക്ക് ഫെല്ലറും ശരിക്കും വല്ലാത്ത സന്തോഷത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. തന്നെ മൈൻഡ് പോലും ചെയ്യാതെ മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കുമായി ആ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരവസ്ഥയിലായി നീൽ ഫ്ലമിംഗ്. നീൽ അല്പനേരം ആ കാഴ്ച അങ്ങനെ നോക്കി നിന്നിട്ട് സാവധാനം അവിടുന്ന് പുറത്തേക്ക് നടന്നു. നീൽ ഫ്ലമിങ്ങും മാർക്ക് ഫെല്ലറും ന്യൂ സെലസിൽ എത്തിയപ്പോൾ ഒരു ഹോട്ടൽ മുറി എടുത്തിരുന്നു. നീല് ചുറ്റുപാടൊക്കെ കണ്ടതിന് ശേഷം ഹോട്ടൽ മുറിയിലേക്ക് പോകാമെന്ന് കരുതി പുറത്തേക്ക് നടക്കുകയാണ്. ഈ സമയത്ത് മാർക്കും എമിലി ബ്ലാക്കും അവരുടെ വാഹനത്തിൽ ആ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തെത്തി. ആ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തേക്ക് വരുമ്പോൾ തന്നെ മാർക്കിന് ബ്ലാക്ക് കുടുംബത്തിൻ്റെ ഒരു സവിശേഷത ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. താഴെ നിന്ന് നോക്കിയപ്പോൾ തന്നെ മാർക്കിന് ഒരു സംശയം തോന്നിയിരുന്നു. ബിൽഡിങ്ങുകൾ കെട്ടിയിരിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽ കൊണ്ടാണോ എന്ന സംശയം നേരത്തെ മാർക്കിനുണ്ടായിരുന്നു. ആ സംശയം ആ ബിൽഡിങ്ങിന് മുന്നിലെത്തിയപ്പോൾ മാർക്കിൻ്റെ മനസ്സിൽ നിന്ന് മാറി. ശരിയാണ്, മുഴുവൻ ബിൽഡിങ്ങുകളും നിർമ്മിച്ചിരിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽ കൊണ്ടാണ്. സെക്യൂരിറ്റിക്ക് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബമാണ് ബ്ലാക്ക് കുടുംബം. അങ്ങനെ തോന്നൽ പെട്ടെന്ന് മാർക്കിനുണ്ടായി. മാർക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഈ സമയത്ത് മാർക്കിന് ചില കാര്യങ്ങൾ ഫീൽ ചെയ്തു തുടങ്ങി. ശരിക്കും ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ സാന്നിധ്യമാണ് മാർക്കിന് ഫീൽ ചെയ്യുന്നത്. മാർക്കും എമിലി ബ്ലാക്കും കാറിൽ നിന്ന് പുറത്തിറങ്ങിയ നിമിഷത്തിൽ അവരുടെ അടുത്തേക്ക് രണ്ട് ചെറുപ്പക്കാരെത്തി. രണ്ട് ബോഡി ഗാർഡുകളാണ്. ആ ബോഡി ഗാർഡുകളുടെ ശക്തി ഒറ്റ നോടത്ത് തന്നെ മാർക്ക് അളക്കുകയും ചെയ്തു. രണ്ടുപേരും ജിയാങ് ബ്ലാക്കിനെ പോലെ ശക്തരാണ്. ജിയാങ് ബ്ലാക്കിനെ പോലുള്ള ശക്തരായ ആളുകളെയാണ് ബ്ലാക്ക് കുടുംബം ഇത് അവരുടെ ആ വീടിൻ്റെ വാതിൽക്കൽ കാവൽക്കാരായി നിർത്തിയിരിക്കുന്നത്. ആ കാഴ്ച പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. എമിലി ചിരിച്ചുകൊണ്ട് മാർക്കുമായി ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നു. അകത്തേക്ക് കിടക്കുമ്പോൾ എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക് പേടി വല്ലതും ഉണ്ടോ? ഹേയ്, എനിക്കൊന്ന് ഭയം. ശരിക്കും ഒരു ശാന്തത ഇപ്പോൾ മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. എമിലിയെ കാണുന്നതിന് മുന്നേ മാർക്കിന് ലേശൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ടെൻഷൻ ഏതാണ്ട് പൂർണ്ണമായും മാറി. മാർക്കും എമിലിയും കൂടി ആ സ്വീകരണ മുറിയിലേക്ക് എത്തുമ്പോൾ മാർക്കിൻ്റെ കണ്ണുകൾ അവിടെ മുഴുവൻ ഇങ്ങനെ പരതുകയാണ്. മനോഹരമായ ഫർണിച്ചർ ആ മുറിയുടെ പ്രത്യേകതയാണ്. നല്ല ഛായാചിത്രങ്ങളും ഒക്കെയുള്ള ആ പൂമുഖം ടെന്നീസ് കോർട്ട് പോലെ വിശാലമാണ്. വളരെ വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി, അങ്ങനെ നമുക്കതിനെ പറയാൻ പറ്റും. മാർക്ക് ആ ഹാൾ മുഴുവൻ അങ്ങനെ പരതുമ്പോൾ ഒരു ശബ്ദം മുകളുടെ നിലയിൽ നിന്ന് ഉറക്കെ അവർ കേട്ടു. എമിലി, അവനെങ്ങെ കൊണ്ടുപോവാ. ശബ്ദം കേട്ടതും എമിലി ഉറക്കെ പറഞ്ഞു, ഓക്കെ ഗ്രാൻഡ്പ. അങ്ങനെ പറഞ്ഞിട്ട് എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഗ്രാൻഡ്പ വിളിക്കുന്നു, നമുക്ക് ഗ്രാൻഡ്പയുടെ അടുത്തേക്ക് പോവാം. ബ്ലാക്ക് കുടുംബത്തിന്റെ കാരണവർ സാക്ഷാൽ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആണ് മാർക്കിനെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുവരാനായി എമിലി ബ്ലാക്കിനോട് പറഞ്ഞത്. മാർക്ക് ഫെല്ലർ എമിലിക്കൊപ്പം രണ്ടാമത്തെ നിലയിലേക്ക് നടന്നു. രണ്ടാമത്തെ നിലയിലേക്ക് കിടന്ന എമിലി മാർക്കുമായി എത്തിയത് വിശാലമായ ഒരു സ്വീകരണ മുറിയിലേക്കാണ്. സ്വീകരണ മുറിയിലേക്ക് എത്തുന്നതിന് മുമ്പേ അതിവിശാലമായ ഒരു കോറിഡോർ ഉണ്ടായിരുന്നു. ആ കോറിഡോറിലൂടെയാണ് മാർക്കുമായി അവൾ നടക്കുന്നത്. കോറിഡോറിന്റെ ഇരുഭാഗത്തും മനോഹരങ്ങളായ ഛായാചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആ ഛായാചിത്രങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ച് സ്വീകരണ മുറിയിൽ മാർക്ക് എത്തുമ്പോൾ അവിടെ പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു കസേരയിൽ ഇരിപ്പുണ്ട്. അയാളുടെ തൊട്ടു മുന്നേ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഒരു ചെസ് ബോർഡ് ഇരിക്കുകയാണ്. ആ ചെസ് ബോർഡിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ആ പ്രായമുള്ള മനുഷ്യൻ. ആ പ്രായമുള്ള മനുഷ്യന്റെ അടുത്ത് എത്തിയ എമിലി അയാളോട് പറഞ്ഞു, ഗ്രാൻഡ്പ, ഇതാ മാർക്ക് എത്തിയിട്ടുണ്ട്. എമിലി പറഞ്ഞത് കേട്ടിട്ടും എമിലിയുടെ ഗ്രാൻഡ്പ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. അയാൾ ആ ചെസ് ബോർഡിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അയാൾ തല പോലും ഉയർത്തുന്നില്ല. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത അവിടെ ഉണ്ടെന്ന് പറയാം. മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന
ചെസ് ബോർഡിലേക്ക് നോക്കി. കറുത്ത കരിക്കളും വെളുത്ത കരിക്കളും നിരത്തി വെച്ചിരിക്കുന്ന ആ ചെസ് ബോർഡിൽ 2 കരിക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. ആ കരികളിലേക്ക് നോക്കിയ മാർക്ക് ഫെല്ലർ ഉടൻ തന്നെ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ഓപ്പോസിറ്റുള്ള കസേരയിലേക്ക് ചെന്നിരുന്നു. മാർക്ക് കസേരയിലേക്ക് ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും കാരണം സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ കൺകോണിൽ പതിഞ്ഞിട്ടുണ്ട്. അയാൾ ഒരു അക്ഷരവും മിണ്ടിയില്ല. മാർക്കും ഒരു അക്ഷരവും മിണ്ടുന്നില്ല. മാർക്കിന്റെ 2 കൈയും ആ ടേബിളിലേക്ക് വെച്ചിട്ട് ആ ചെസ് ബോർഡിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. ആ ചെസ് ബോർഡിലേക്ക് അല്പനേരം സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്ന മാർക്ക് പെട്ടെന്നാണ് ഒരു കാര്യവും ഒന്ന് മൂവ് ചെയ്തത്. തികച്ചും അപ്രതീക്ഷിതമായി ചെസ് ബോർഡിലെ ഒരു കാര്യവും മാർക്ക് നീക്കി വെച്ചതും അയാളുടെ എതിർഭാഗത്തിരിക്കുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്ക് അയാളുടെ കൺകോണിലൂടെ മാർക്കിനെ ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യവും മുന്നോട്ട് നീക്കി. ആ ചെസ് പീസിനെ ഒന്ന് നോക്കിയ മാർക്ക് അവന്റെ ഭാഗത്തുള്ള ഒരു ചെസ് പീസ് മുന്നോട്ട് നീക്കി. അത് കണ്ടതും ഒരു സീരിയസ് ഭാവം വീണ്ടും സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മുഖത്തുണ്ടാവുകയാണ്. മാർക്കിൻ്റെത് ഒരു അടിപൊളി നീക്കമാണ്. ആ നീക്കത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഭാവം ഇപ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മുഖത്തുണ്ട്. അയാൾ വീണ്ടും ഒരു കരികൾ നീക്കി. പതുക്കെ പതുക്കെ അവർ 2 പേരും തമ്മിലുള്ള ഗെയിം ശരിക്കും ശക്തമായ ഒരു ചെസ് മത്സരമായി മാറി. പതുക്കെ പതുക്കെ ഓരോ കരിക്കളായി 2 പേരും വെട്ടിയെടുത്തു തുടങ്ങി. ഏകദേശം 1 മണിക്കൂറായപ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്ക് അയാളുടെ മന്ത്രിയെ മുന്നോട്ട് നീക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ചെക്ക് വിളിക്കപ്പെട്ടതും മാർക്കിന്റെ രാജാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഒരു സ്ഥലത്തോട്ടും മൂവ് ചെയ്യുന്നില്ല. അത് കണ്ടതും മാർക്ക് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ ബ്ലാക്ക്, ഞാൻ തോറ്റു. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഗൗരവത്തോടെ മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കി. ഒരു ചെസ് കളിയിൽ പോലും വിജയിക്കാൻ പറ്റാത്ത നീയാണോ എന്റെ ഗ്രാൻഡ് ഡോക്ടറെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നീ ആരാന്നാ നീ കരുതിയിരിക്കുന്നത്? സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ പെട്ടെന്നുള്ള ആ ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഒരു ടെൻഷൻ ഉണ്ടാക്കുകയാണ്. സെബാസ്റ്റ്യൻ ബ്ലാക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷേ സാധാരണക്കാരനാണെങ്കിലും എനിക്ക് മിസ് എമിലി ബ്ലാക്കിനെ നന്നായി നോക്കാനുള്ള ചങ്കൂറ്റമുണ്ട്. എമിലി ബ്ലാക്കിന് ദോഷമുണ്ടാകുന്ന ഒരു കാര്യവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തുമില്ല. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, നീ ശരിക്കും ഈ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഒരാളാണ്. എൻ്റെ എമിലി സമൂഹത്തിന് മുകളിൽ നിൽക്കുന്ന ആളാണ്. 2 തട്ടിലാണ് നിങ്ങൾ 2 പേരും. താഴെത്തട്ടിലുള്ള നീ എങ്ങനെ മുകൾ തട്ടിലുള്ള ആളെ പ്രണയിക്കുക? ഓൾഡ് മാസ്റ്റർ, അങ്ങ് പറഞ്ഞതുപോലെ ശക്തിയില്ലാത്ത സ്വാധീനമില്ലാത്ത ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ എന്നും ഞാൻ അങ്ങനെ ആകില്ല. നാളെ എമിലിക്ക് അനുയോജ്യനായ ഒരാളായി ഞാൻ മാറുക തന്നെ ചെയ്യും. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, നീ എന്താ എന്നെ വെല്ലുവിളിക്കുകയാണോ? അങ്ങനെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞതും ചുറ്റും ചില നിഴലുകൾ അനങ്ങി തുടങ്ങി. അയാളുടെ ആജ്ഞ അനുസരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി അനവധി മാർഷൽ ആർട്ടിസ്റ്റുകൾ ആ ഹാളിന് ചുറ്റും അണിനിരക്കുന്നത് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാ മാർഷൽ ആർട്ടിസ്റ്റുകളും മാർക്കിനേക്കാൾ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളാണെന്ന് അവരുടെ ഓറ വിളിച്ചു പറയുന്നുണ്ട്. ശരിക്കും മാർക്കിനെ ഭയപ്പെടുത്താൻ പറ്റുന്ന ശൈലിയിൽ ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. പക്ഷെ മാർക്കിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. മാർക്ക് അവരെ നോക്കിയിട്ട് ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ എമിലി ബ്ലാക്കിനെ എനിക്ക് ഇഷ്ടമാണ്, എമിലിക്ക് എന്നെയും. പക്ഷെ ഞാൻ ഒരിക്കലും എമിലിയെ ഈ കുടുംബത്തിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകില്ല. എമിലിയെ ഞാൻ പൊന്നുപോലെ നോക്കും. എമിലിക്ക് ഞാൻ അനുയോജ്യനാണെന്ന് ഈ കുടുംബത്തിലെ എല്ലാവർക്കും ബോധ്യമാകുമ്പോഴേ ഞാൻ എമിലിയെ പ്രപ്പോസ് ചെയ്യത്തുള്ളൂ. ഏയ്, നീ വീണ്ടും ധിക്കാരം പറയുന്നു. സെബാസ്റ്റ്യൻ ബ്ലാക്ക് ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞതും എമിലി സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, ഗ്രാൻഡ് ബാ, മതി, ഇനി മാർക്കിനെ പേടിപ്പിക്കണ്ട. എമിലി ബ്ലാക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഒന്ന് ചിരിച്ചു. ആ ചിരി പെട്ടെന്ന് പൊട്ടിച്ചിരിയായി മാറി. സെബാസ്റ്റ്യൻ ബ്ലാക്ക് പൊട്ടിച്ചിരിക്കുന്നാട്ടതും സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആജ്ഞപ്രകാരം ആ ഹാളിന്റെ പല ഭാഗത്തുനിന്ന് അവരുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ പെട്ടെന്നാണ് അപ്രത്യക്ഷമായത്. അവര് എങ്ങോട്ട് പോയെന്ന് മാർക്കിന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. സകലരും അവിടുന്ന് മാറിയതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് ചിരിച്ചുകൊണ്ട് എമിലിയോട് ചോദിച്ചു, എമിലി, എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം? ഗ്രാൻഡ് ബാ, അത് പിന്നെ പറയാനുണ്ടോ? ഗ്രാൻഡ് ബാ നല്ല അഭിനേതാവല്ലേ. ഗ്രാൻഡ് ബയും എമിലിയും നല്ല ജോഡിയാണ്. അവരുടെ സംഭാഷണം അത് വിളിച്ചു പറയുന്നുണ്ട്.
എമിലി ബ്ലാക്ക് ചിരിക്കുന്ന കണ്ടതും സെബാസ്റ്റ്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഒരു ഗെയിം കൂടെ കളിക്കാം. ഓക്കെ ഓൾഡ് മാസ്റ്റർ, ഞാൻ റെഡിയാണ്. മാർക്ക് അയാൾക്കൊപ്പം ചെസ് കളിക്കാൻ റെഡിയാകുന്നത് കണ്ടതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, മാർക്കിന് കഴിക്കാനായി എന്തെങ്കിലും ഉണ്ടാക്കാം. എമിലി എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നു. അതിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ സെബാസ്റ്റ്യൻ ബ്ലാക്കാണ്. മാർക്ക്, ഇവള് മിഡിൽ സിറ്റിയിൽ നിന്നും മടങ്ങി എത്തിയതിനു ശേഷം അടുക്കളയിൽ കയറി എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പഠിച്ചെന്നറിയാവോ? സകലതും മാർക്കിനെ ഉണ്ടാക്കി തരുമെന്ന് മാത്രം. ശരിക്കും ചിരിച്ചുകൊണ്ട് എമിലി ബ്ലാക്ക് അങ്ങനെ പറഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്തായാലും വൈകുന്നേരത്തെ ഭക്ഷണം എനിക്കൊപ്പം ആവാം. അങ്ങനെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞപ്പോഴേക്കും ചെസ് ബോർഡ് വീണ്ടും നിറയ്ക്കപ്പെട്ടു. എമിലി അടുക്കളയിലേക്ക് നീങ്ങി. സെബാസ്റ്റ്യൻ ബ്ലാക്കും മാർക്കും തമ്മിൽ ആ ഗെയിം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആ ഗെയിമിലും മാർക്ക് തോറ്റു. വീണ്ടും ഒരു ഗെയിം കൂടെ കളിച്ചു, അതും മാർക്ക് തോറ്റു. 2 ഗെയിമും തോറ്റു കഴിഞ്ഞതും സെബാസ്റ്റ്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ബാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മാർക്ക് ഫെല്ലർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനൊപ്പം ആ വീടിൻ്റെ ഡൈനിങ് റൂമിലെത്തി. വളരെ വിശാലമായ ഒരു ഡൈനിങ് ടേബിളാണ് അവിടെ ഉള്ളത്. ആ ഡൈനിങ് ടേബിളിൽ എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. മാർക്ക് ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വിഭവങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ ആ ടേബിളിൻ്റെ മുകളിലുണ്ട്. ആ വിഭവങ്ങൾ കണ്ട മാർക്കിൻ്റെ കണ്ണ് എന്നാൽ തള്ളി വരികയാണ്. മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിന് അടുത്തായി ഒരു കസേരയിലിരുന്നു. ഈ സമയത്താണ് എമിലി ബ്ലാക്ക് ആവി പറക്കുന്ന ഒരു പാത്രവുമായി അങ്ങോട്ട് വന്നത്. അവൾ നേരെ എത്തിയത് മാർക്കിനടുത്താണ്. മാർക്കിനടുത്തെത്തിയ എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണേ. അങ്ങനെ പറഞ്ഞിട്ട് എമിലി അതിന് കുറച്ച് സാധനം മാർക്കിന്റെ പ്ലേറ്റിലോട്ട് വെച്ചു. അത് കേട്ടതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞു, എമിലി, നീ മാർക്കിന് മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുള്ള, എനിക്കൊന്നും തരത്തില്ലേ? ഗ്രാൻഡ് പാ, എന്നെ കളിയാക്കാതെ. ഞാൻ എന്ത് പാടുപെട്ടാണെന്ന് ഉണ്ടാക്കിയെന്നറിയാവോ? മാർക്ക് അഭിപ്രായം പറയട്ടെ. അങ്ങനെ എമിലി പറയുമ്പോഴേക്കും മാർക്ക് അവൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്ത ആ ആഹാരത്തിൽ നിന്ന് അല്പം എടുത്ത് കഴിച്ചിരുന്നു. അത് കഴിച്ചതും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. മാർക്ക് ഫെല്ലർ ഏകദേശം 3 കൊല്ലക്കാലം സൺ കുടുംബത്തിന്റെ അടുക്കളയ്ക്കകത്ത് തന്നെ ജീവിച്ച വ്യക്തിയാണ്. ഒരുമാതിരിപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ മാർക്കിന് അറിയാം. ഭക്ഷണ സാധനങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് മാർക്കിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ എമിലി ബ്ലാക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അക്കാര്യം മാർക്ക് പറഞ്ഞപ്പോൾ എമിലിയുടെ മുഖം ശരിക്കും സന്തോഷം കൊണ്ടങ്ങനെ വികസിച്ചു വരികയാണ്. അവളുടെ സന്തോഷം അവളുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം. അത് കേട്ടതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞു, മാർക്ക്, നിനക്ക് അബദ്ധം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ കൊള്ളാതെ പറഞ്ഞ സ്ഥിതിക്ക് ഇവൾ ഉണ്ടാക്കുന്ന മുഴുവൻ നീ കഴിക്കേണ്ടി വരും. അങ്ങനെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞപ്പോൾ മാർക്കും എമിലിയും ഒരുമിച്ച് ചിരിച്ചു പോവുകയാണ്. ആ നിമിഷത്തിലാണ് ഒരു മനുഷ്യൻ ആ മുറിയിലേക്ക് കടന്നു വരുന്നത്. നല്ല പൊക്കമുള്ള സുമുഖനായ ആ വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കണ്ടതും എമിലി ബ്ലാക്കിന്റെ ചിരിയങ്ങ് നിന്നു. എമിലി ബ്ലാക്ക് ആ മനുഷ്യനെ നോക്കി അഭിസംബോധന ചെയ്തു, അങ്കിൾ പ്ലീസ് കം. എമിലി ബ്ലാക്ക് അങ്ങനെ പറഞ്ഞപ്പോഴാണ് മാർക്ക് ആ ആഗതനെ കാണുന്നത്. നല്ല പൊക്കമുള്ള ഒരു വ്യക്തി, കണ്ടാൽ തന്നെ അറിയാം ഒരു വല്ലാത്ത അധികാരഭാവം അയാൾക്കുണ്ടെന്ന്. അയാളെ മാർക്ക് കണ്ടതും അയാൾ എമിലിയോട് ചോദിച്ചു, ആരയാൾ? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് സെബാസ്റ്റ്യൻ ബ്ലാക്കാണ്. ഷാൻഹായി, ഇത് മാർക്ക് ഫെല്ലർ. ഷാൻഹായി എന്ന പദം കേട്ടപ്പോൾ മാർക്ക് ജിയാങ് ബ്ലാക്ക് പറഞ്ഞ ആ കാര്യം ഓർക്കുകയാണ്. ബ്ലാക്ക് കുടുംബത്തിലെ ഏറ്റവും ശക്തനാണ് ഷാൻഹായി ബ്ലാക്ക്. എമിലി ബ്ലാക്കിന്റെ അച്ഛന്റെ ചേട്ടനാണ്. ആ കുടുംബത്തിൽ കാരണവർ ഓൾഡ് മാസ്റ്റർ കഴിഞ്ഞാൽ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഷാൻഹായി ബ്ലാക്ക് ആണ്. അതേ ഷാൻഹായി ബ്ലാക്ക് ഹാൻ കുടുംബവുമായി അടുപ്പത്തിലുമാണ്. ഹാൻ വിൽമൗണ്ടിനെ കൊണ്ട് എമിലി ബ്ലാക്കിനെ വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് ഷാൻഹായി എന്ന് നേരത്തെ ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വന്നതും മാർക്ക് ഷാൻഹായിയോട് പറഞ്ഞു, ഗുഡ് ഈവനിങ് അങ്കിൾ. മാർക്ക് ഫെല്ലർ അങ്ങനെ സംബോധന ചെയ്തപ്പോൾ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ ഷാൻഹായി മാർക്കിന് നേരെ എതിർഭാഗത്തുള്ള ഒരു കസേരയിലേക്ക് ഇരുന്നു. ഷാൻഹായി ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞതും വേറെ 2-3 ആളുകൾ കൂടി അങ്ങോട്ടേക്ക് കടന്നു വന്ന ആ 3 പേരിൽ ഒരാളെ മാർക്കിന് അറിയാം. ആ ആളെ കണ്ടതും മാർക്ക് ഉറക്കെ ആ ആളോട് പറഞ്ഞു, അങ്കിൾ, എന്നെ ഓർക്കുന്നുണ്ടോ? ശബ്ദം കേട്ട് ആ ടേബിളിലേക്ക് നോക്കിയ അലോഷ്യസ് അത്ഭുതത്തോടെ
മാർക്കിന്റെ മുഖത്തേക്ക് പോയിട്ട് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എങ്ങനെ ഇവിടെ എത്തിയ? എങ്കിൽ ഞാനൊരു ബിസിനസ് ആവശ്യമായിട്ട് ന്യൂ സെറസ്റ്റ് വന്നതാണ്. അപ്പോൾ എമിലിയെ എനിക്ക് ഓർമ്മ വന്നു. എമിലി ഒന്ന് കാണാൻ കയറി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ആ സമയത്ത് അലോഷ്യസിനൊപ്പം എത്തിയ മറ്റു രണ്ടുപേരും കസേരകൾ ഇരുന്ന് കഴിഞ്ഞിരുന്നു. അതിലൊരാൾ കൗതുകത്തോടെ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ആരോടൊന്നുമില്ലാതെ പറയുകയാണ്, ഇതെപ്പോഴാ ബ്ലാക്ക് കുടുംബത്തിന്റെ ഡൈനിങ് ടേബിളിൽ ഒരു നിലയും വിലയുമില്ലാത്ത ആളുകളൊക്കെ ഇരുന്നു തുടങ്ങിയത്? ശരിക്കും ഒരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ആ ചെറുപ്പക്കാരൻ നടത്തിയത്. അലോഷ്യസിന്റെ അനുജൻ തിമോത്തി ബ്ലാക്ക് ആ ഡയലോഗ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഡൈനിങ് ടേബിളിന്റെ അന്തരീക്ഷം വല്ലാതെ ഒന്ന് കടുത്തു. തിമോത്തിയുടെ ആ ഡയലോഗിന് അനുബന്ധമായി മറുപടി പറഞ്ഞത് വിക്ടർ ബ്ലാക്ക് ആണ്. തിമോത്തിയുടെ അനുജനാണ് വിക്ടർ ബ്ലാക്ക്. വിക്ടർ തിമോത്തിയോട് പറഞ്ഞു. വിക്ടർ തിമോത്തിയോ നോക്കിയിട്ട് എമിലിയോടാണ് ആ ചോദ്യം ചോദിച്ചത്. എമിലി, ഇവിടെ ന്യൂ സെറസ്റ്റിൽ ഒരുപാട് അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളുണ്ട്. അവിടെയൊക്കെ മിടുക്കരായ ഒരുപാട് ചെറുപ്പക്കാരുമുണ്ട്. അവരെ ആരെയും നീ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നീ ആദ്യമായിട്ടാണ് ഒരാളെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? അങ്കിൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇതുവരെ ഒരാളെയും എൻ്റെ ഫ്രണ്ടായി ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായി ഇൻവൈറ്റ് ചെയ്ത ഈ മാർക്ക് ഫെല്ലർ, അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. നേരത്തെ അങ്കിൾ പറഞ്ഞല്ലോ ഈ ന്യൂ സെറസ്റ്റിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ കുറിച്ച്. ആ ഏത് ചെറുപ്പക്കാരെയും മാർക്ക് ഫെല്ലർ ഓവർടേക്ക് ചെയ്യും. ഓഹോ, അങ്ങനെയാണോ? തിമോത്തി അങ്ങനെ കളിയാക്കി എമിലിയോട് പറഞ്ഞതിന് ശേഷം മാർക്കിന് നേരെ തിരിഞ്ഞു. എന്താ നിന്റെ പേര്? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. ഓക്കെ, നിനക്ക് എങ്ങനെ ഈ ധൈര്യം ഉണ്ടായത്? അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ നമ്പർ 1 ബ്ലാക്ക് കുടുംബമാണ്. ഈ ബ്ലാക്ക് കുടുംബത്തിന്റെ കണ്ണിലുണ്ണിയാണ് എമിലി ബ്ലാക്ക്. ഈ എമിലിയെ പ്രണയിച്ച ബ്ലാക്ക് കുടുംബത്തിനകത്തേക്ക് കയറി പറ്റാമെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? തിമോത്തിയുടെ ചോദ്യം ശരിക്കും മൂർച്ചയുള്ള ചോദ്യമാണ്. ആ ചോദ്യം കേട്ടതും മാർക്ക് ചിരിച്ചുകൊണ്ട് തിമോത്തിയോട് പറഞ്ഞു, അങ്കിൾ, ഞാൻ നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടിട്ട് മിസ് എമിലിയെ ഇഷ്ടപ്പെട്ടതല്ല. മിസ് എമിലിയെ ഞാൻ കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും അങ്ങനെ ഒരു മോഹവും എനിക്കുണ്ടായിരുന്നില്ല. ഞാനും എമിലിയും ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടായതാണ്. പേടിക്കണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മിസ് എമിലിയെ പറിച്ചുകൊണ്ട് പോകാനൊന്നുമല്ല ഞാൻ വന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മിസ് എമിലിയെ പറിച്ചുകൊണ്ട് പോകത്തുമില്ല. ഞാൻ മിസ് എമിലിക്ക് അർഹനാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഞാൻ ഇവിടെ വരും. ഞാൻ ഈ കുടുംബത്തിൽ വന്ന് നിങ്ങളോട് എമിലി എനിക്ക് വിവാഹം കഴിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യും. മാർക്ക് ഫെല്ലർ ആ പറഞ്ഞ വാചകം മാർക്ക് ഫെല്ലർ പറയുന്നത് ബ്ലാക്ക് കുടുംബത്തിലെ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ്. ആ ഡൈനിങ് ടേബിളിന് മുന്നിലിരുന്ന് മാർക്ക് അത് പറയുമ്പോൾ ആ ടേബിളിന് ചുറ്റുമുള്ള ആളുകൾ ഈ രാജ്യത്തെ തന്നെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. തിമോത്തിയും അതുപോലെ വിക്ടറും മാർക്കിനെതിരെ പല ഡയലോഗും പറയുമ്പോൾ ആ ടേബിളിലുള്ള 2 ആളുകൾ നിശബ്ദരാണ്. അതിലൊന്ന് അലോഷ്യസ് ആണ്. അലോഷി എമിലി ബ്ലാക്കിന്റെ പിതാവാണ്. മറ്റേയാള് സാക്ഷൽ ഷാൻഹായി ആണ്. ഷാൻഹായി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പെട്ടെന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ്, ഈ ഡൈനിങ് ടേബിളിൽ ഇനിയൊരു സംഭാഷണം വേണ്ട, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നോക്ക്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ വാക്കിന് ആ വീട്ടിനകത്തുള്ള വില നമുക്ക് ആ നിമിഷമാണ് ബോധ്യമാകുന്നത്. സകലരും സംഭാഷണം നിർത്തി ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഷാൻഹായി വേഗം എണീറ്റു. അയാൾ എല്ലാവരോടായി പറഞ്ഞു, എനിക്ക് മതി. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വാഷ് പീസ് നേരെ നടക്കുകയാണ്. അയാൾ എണീറ്റ് പോകുന്ന കണ്ടതും തിമോത്തിയും എണീറ്റു. തിമോത്തിയും ഉറക്കെ പറഞ്ഞു, എനിക്കും മതി. യഥാർത്ഥത്തിൽ തിമോത്തി ഒന്നും കഴിച്ചിരുന്നില്ല എന്നാണ് സത്യം. തിമോത്തി വാഷ് പീസ് നേരെ അല്പദൂരം നടന്നിട്ട് തിരിഞ്ഞ് വിക്ടറോട് ചോദിച്ചു, വിക്ടർ, നിനക്കെന്താ മതിയായില്ലേ? ആ ചോദ്യത്തിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ വിക്ടർ ഉടനെ ടേബിളിനടുത്ത് എണീറ്റു. അതെ, എനിക്ക് മതിയായി. അയാളും വാഷ് ബേസിന് നേരെ നടന്നു. വാഷ് ബേസിന് നേരെ നടന്ന ആ 3 സഹോദരങ്ങൾ അല്പസമയം കഴിഞ്ഞതും ആ വീടിന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അവർ 3 പേരും ആ വീട്ടിലല്ല താമസിക്കുന്നതെന്ന് വ്യക്തമാണ്. അവർക്ക് 3 പേർക്കും വേറെ വസതികളുണ്ട്. അവർ അവരുടെ വസതികളിലേക്കാണ് നടക്കുന്നത്. ആ കാഴ്ച കണ്ടതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഉറക്കെ പറഞ്ഞു, എന്തായാലും എനിക്ക് വിശപ്പെട്ടു. എമിലി, നീ ആ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്കൂടെ ഇട്ടേ. സെബാസ്റ്റ്യൻ ബ്ലാക്ക് അങ്ങനെ പറഞ്ഞതും എമിലി
സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ പാത്രത്തിലേക്ക് അവൾ ഉണ്ടാക്കിയ ആ കറികൾ വിളമ്പി തുടങ്ങി. പെട്ടെന്ന് ആ അന്തരീക്ഷം ഒന്ന് ലൈവായി. അലോഷ്യയും മാർക്കും എമിലി ബ്ലാക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും സന്തോഷപൂർവ്വം ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അലോഷി മാർക്കിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അലോഷ്യസ് യാത്ര പറഞ്ഞ് പിരിഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഒരു ഗെയിം കൂടെ കളിച്ചാലോ? തീർച്ചയായും ഓൾഡ് മാസ്റ്റർ, ഞാൻ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനൊപ്പം വീണ്ടും ആ ചെസ് ബോർഡിന്റെ അടുത്തെത്തി. അവര് അങ്ങനെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഒന്ന് ചുമച്ചു. ഓൾഡ് മാസ്റ്റർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സെബാസ്റ്റ്യൻ ചുമയ്ക്കുന്ന കണ്ടതും മാർക്ക് അറിയാതെ ചോദിച്ചു പോയതാണ്. ആ നിമിഷത്തിലാണ് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നത് മാർക്ക് കണ്ടത്. സെബാസ്റ്റ്യൻ ബ്ലാക്ക് ചുമച്ചപ്പോൾ അയാൾ കൈ കൊണ്ട് വാ ഒന്ന് പൊത്തിപ്പിടിച്ചിരുന്നു. ഓൾഡ് മാസ്റ്റർ, എന്താ ഇത്? ഏയ് മാർക്ക്, ഇതൊന്നും സാരമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെയുള്ള കുറച്ച് പേപ്പർ എടുത്ത് കൈ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ആ പേപ്പർ വളരെ ശ്രദ്ധിച്ച് വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് സെബാസ്റ്റ്യൻ ഒന്ന് എറിയുകയും ചെയ്തു. ഒരാളും അയാൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് കാണരുതെന്ന് ഒരു നിർബന്ധം സെബാസ്റ്റ്യനുണ്ട്. സെബാസ്റ്റ്യന്റെ ആ ചെയ്തികൾ നോക്കിയ മാർക്ക് സെബാസ്റ്റ്യനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. ശരിക്കും മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് സെബാസ്റ്റ്യനെ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ സെബാസ്റ്റ്യന്റെ പുരുകങ്ങൾക്ക് മുകളിലായി ഒരു കറുത്ത വായുപടലം രൂപം കൊള്ളുന്നത് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശരിക്കും ത്രട്ടനിങ് ആയ ശൈലിയിൽ ആ വായുപടലം വളരുകയാണ്. സെബാസ്റ്റ്യന്റെ തലച്ചോറിനെ ബാധിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു അസുഖമായി അത് മാറും. അത് ചികിത്സിച്ചില്ലെങ്കിൽ സെബാസ്റ്റ്യന് അധികം ആയുസില്ല. അക്കാര്യം മനസ്സിലാക്കിയ മാർക്ക് സെബാസ്റ്റ്യനോട് ചോദിച്ചു, ഓൾഡ് മാസ്റ്റർ, അങ്ങ് ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിൽ അങ്ങേ ഒന്ന് കാണിക്കാത്തെന്താ? ഹേയ് മാർക്ക്, അതിനൊന്നും ആവശ്യമില്ല. ഓൾഡ് മാസ്റ്റർ, അങ്ങനെ പറയരുത്. നേരത്തെ ഹാൻ വിൽമൗണ്ട് എന്നെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഏയ് മാർക്ക്, അവൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് അധികം ആയുസില്ലെന്നല്ലേ അവൻ പറഞ്ഞത്. ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകുന്നല്ലേ അവൻ പറഞ്ഞത്. ഓൾഡ് മാസ്റ്റർ, അങ്ങേക്ക് കാര്യം അറിയാവോ? ഏയ് മാർക്ക്, അതെന്ത് ചോദ്യമാ ചോദിക്കുന്നത്? എന്നെക്കുറിച്ചുള്ള കാര്യം ആ ഹാൻ വിൽമൗണ്ടിന് തന്നെ അറിയാമെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് അറിയാൻ പറ്റില്ലേ? സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ മാർക്ക് ഒരു നിമിഷം നിശബ്ദനായി. മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് ചോദിച്ചു, ഓൾഡ് മാസ്റ്റർ, ഇക്കാര്യം എമിലിക്ക് അറിയാവൂ? എമിലിയുടെ പേര് മാർക്ക് ഉച്ചരിച്ചതും ശബ്ദം താഴ്ത്തി സെബാസ്റ്റ്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു കാരണവശാലും ഇത് എമിലി അറിയരുത്. അവൾക്ക് ഇത് താങ്ങാൻ പറ്റില്ല. സെബാസ്റ്റ്യൻ ബ്ലാക്കും മാർക്കും അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും അവരുടെ ഒരു ഗെയിം അവസാനിച്ചു. ആ ഗെയിം വിജയിച്ചത് സെബാസ്റ്റ്യൻ തന്നെയാണ്. മാർക്ക്, നീ വീണ്ടും തോറ്റു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും കളി തുടങ്ങി. 2 ഗെയിമുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയായി. അത് കണ്ടതും മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, ഞാനെന്നാ ഇറങ്ങിയാലോ? മാർക്ക്, നിനക്ക് വേണമെങ്കിൽ ഇന്നിവിടെ തങ്ങാം. ഓൾഡ് മാസ്റ്റർ, മറ്റൊരു അവസരത്തിൽ ഞാനിവിടെ തങ്ങാം. ഇന്ന് എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോഴേക്കും എമിലി അവിടേക്ക് എത്തി. എമിലിയും മാർക്കും കൂടി ആ 2ാം നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഹാളിലൂടെ പുറത്തെത്തി ഗേറ്റ് നേരെ നടക്കുകയാണ്. 2 പേരും വളരെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ കാഴ്ച മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണ് സെബാസ്റ്റ്യൻ ബ്ലാക്ക്. സെബാസ്റ്റ്യന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ആ സമയത്താണ് സെബാസ്റ്റ്യൻ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ സെർവന്റ് എത്തുന്നത്. സെബാസ്റ്റ്യനൊപ്പം പ്രായമുള്ള ഒരു മനുഷ്യനാണ് അവിടെ എത്തിയത്. അയാൾ സെബാസ്റ്റ്യനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, അങ്ങയുടെ തുറുപ്പ് ചീട്ട് ശരിക്കും ഉപയോഗപ്പെടുമെന്ന എനിക്ക് തോന്നുന്നത്. സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് അയാളുടെ പ്രിയപ്പെട്ട ആ ജോലിക്കാരൻ പറഞ്ഞ വാചകം സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ഒരു രഹസ്യമാണ്. മാർക്ക് ഫെല്ലറെ അയാൾ മനഃപൂർവ്വം സെലക്ട് ചെയ്തതാണ്. സെബാസ്റ്റ്യന് അറിയാം അയാൾക്ക് അധികം ആയുസ്സില്ല. അയാളുടെ കാലശേഷം ആ ബ്ലാക്ക് കുടുംബത്തിന്റെ പൂർണ്ണ അധികാരം ഷാൻഹായിയുടെ കയ്യിലേക്ക് വരുമെന്നും സെബാസ്റ്റ്യന് നന്നായിട്ട് അറിയാം. ഷാൻഹായി അധികാരം പിടിച്ചു കഴിഞ്ഞാൽ എമിലി ബ്ലാക്കിന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു കാര്യവും ലഭിക്കത്തില്ല. എമിലിയും കുടുംബത്തെയും പൂർണ്ണമായി ഷാൻഹായി ഒതുക്കും. എമിലിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത വിവാഹത്തിലേക്ക് ഷാൻഹായി അവളെ എത്തിക്കുകയും ചെയ്യും. എമിലിക്ക് ശരിക്കും ദുരന്തപൂർണമായ ഒരു ലൈഫാണ് വരാൻ പോകുന്നത്. ആ ദുരന്തപൂർണമായ ലൈഫിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ഒരാള് അനിവാര്യമാണ്. അതാരാകണം എന്നുള്ള സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അന്വേഷണം എത്തി നിന്നത് മാർക്ക് ഫെല്ലറിലാണ്. മാർക്ക് ഫെല്ലറിലേക്ക് ആ അന്വേഷണം എത്താനുള്ള കാരണം മാർക്ക് ഫെല്ലറുടെ അച്ഛനാണ്. മാർക്ക് ഫെല്ലറുടെ അച്ഛനെ പരിചയമുണ്ട് സാക്ഷാൽ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്. ആ മനുഷ്യന്റെ മകനാണ് മാർക്ക് ഫെല്ലർ.
സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ഒരിക്കലും മറക്കാനാവാത്ത ആ മനുഷ്യന്റെ മകനാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ തന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് വളരുമെന്ന് തന്നെയാണ് സെബാസ്റ്റ്യന്റെ വിശ്വാസം. ആ വിശ്വാസം അയാളുടെ മുഖത്തുണ്ട്. അതുകൊണ്ടാണ് അയാൾ മാർക്കിൽ നിന്ന് വളരെ കൗതുകപൂർവ്വം മാർക്കും എമിലിയും നടന്നു പോകുന്ന കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുന്നത്. ഈ സമയത്ത് മാർക്കും എമിലിയും കൂടി ചിരിച്ച് സംസാരിച്ച് ഗേറ്റിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എമിലിയോടായി മാർക്ക് പറഞ്ഞു, എമിലി, ഉറപ്പായിട്ടും ഞാൻ ഒരു ദിവസം ഇവിടെ വരും. സകലരും കണ്ടുകൊണ്ട് നിൽക്കി ഞാൻ എമിലിയെ പ്രപ്പോസ് ചെയ്യും. മാർക്ക്, ഞാനും ആ ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് മാർക്കിന് അതിന് പറ്റുമെന്ന്. ന്യൂ സെലസ്റ്റിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും റോയൽ കുടുംബങ്ങളും റിച്ച് കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പണക്കാരായ അതിസമ്പന്നരായ ശക്തരായ ചെറുപ്പക്കാരുമുണ്ട്. അധികാരം കൊണ്ടും സ്വത്തുകൊണ്ടും മാർക്കിനേക്കാൾ വളരെ ഉയരം നിൽക്കുന്ന ആ ആളുകൾ ശക്തിയിലും ഉയരെയാണ്. അവർ പലരും മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. ശക്തരായ ആ ആളുകളേക്ക് അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ മാർക്കിനില്ല. പക്ഷെ നാളെ മാർക്ക് ആ കപ്പാസിറ്റി നേടും എന്നൊരു പ്രതീക്ഷ എമിലി അതാണ് മാർക്കിനോട് പങ്കുവെക്കുന്നത്. അവർ രണ്ടുപേരും സംസാരിച്ച് ഗേറ്റിനടുത്തെത്തി. എമിലിയെ ഒന്നുകൂടി ആലിംഗനം ചെയ്തതിന് ശേഷം മാർക്ക് എമിലിയോട് യാത്ര പറഞ്ഞ് ഗേറ്റിന് പുറത്തിറങ്ങി. ഗേറ്റിന് പുറത്ത് നീൽ ഫ്ലോമിംഗ് ഇല്ല. നീല് മുറിയിലേക്ക് പോയി കാണുമെന്ന് ഏകദേശം ഒരു ധാരണ മാർക്കിനുണ്ട്. മാർക്ക് ആ ഗേറ്റിന് പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോൾ ഒരാൾ മാർക്കിനടുത്തെത്തി. ഏയ് മാർക്ക് ഫെല്ലർ, നിങ്ങൾ എന്നോടൊപ്പം വരണം. ആരാ നിങ്ങൾ? ഞാൻ മാസ്റ്റർ ഷാൻഹായ് പറഞ്ഞിട്ട് നിങ്ങളെ കാണാൻ വന്നതാണ്. അങ്ങനെ ആ മനുഷ്യൻ പറയുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഊർജത്തിന്റെ അളവ് മാർക്കിന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളൊരു പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. ശക്തനാണ് അയാൾ മാർക്കിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഒന്നും മിണ്ടാതെ അയാൾക്കൊപ്പം നടന്നു. അവർ രണ്ടുപേരും നടന്നെത്തിയത് ഒരു കാറിനടുത്താണ്. കാറിന്റെ മുമ്പിൽ സാക്ഷാൽ ഷാൻഹായ് നിൽപ്പുണ്ട്. ഷാൻഹായ് മാർക്കിനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. മിസ്റ്റർ മാർക്ക് ഫെല്ലർ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് കാറിലേക്ക് കയറി. മാർക്ക് ഷാൻഹായ്ക്കൊപ്പം കാറിലേക്ക് കയറി. ആ കാറ് പതുക്കെ മൂവ് ചെയ്യണം. കാറ് ന്യൂ സെലസ്റ്റിലെ ടൗണിൽ നിന്ന് ലേശം ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്ത് തുടങ്ങിയതും ഷാൻഹായ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ഒരു ഓഫർ തരാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. മാസ്റ്റർ ഷാൻഹായ്, എന്ത് ഓഫറാ അങ്ങ് എനിക്ക് നൽകുന്നത്? മാർക്ക്, നിനക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഒരു ഫയല് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. മാർക്ക്, ആ ഫയലിനകത്ത് ഒരു ചെക്കുണ്ട്. മാർക്ക്, നിന്റെ കാലശേഷവും നിന്റെ തലമുറയ്ക്ക് സുഖമായി ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ ചെക്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് വഴി കിട്ടും. ആ കവറ് കയ്യിൽ വെച്ചിരിക്കുന്ന മാർക്ക് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഷാൻഹായോട് ചോദിച്ചു, അല്ല, അതിന് ഞാനെന്താ ചെയ്യേണ്ടത്? മാർക്ക്, നീ എമിലിയെ മറക്കണം. നീ ഒരിക്കലും എമിലിയുടെ മുന്നിലേക്ക് വരാൻ പാടില്ല. നീ എമിലിയെ മറക്കാൻ വേണ്ടിയാണ് ഈ അവസരങ്ങൾ നിനക്ക് നൽകുന്നത്. മാർക്ക്, നീ പേടിക്കണ്ട. ഈ അവസരങ്ങൾ നിന്നെ ഒരു വലിയ ആളാക്കി മാറ്റും. ഈ നാട്ടിൽ എല്ലാവരും അറിയുന്ന ശക്തനായ ഒരാളായി മാറാൻ നിന്നെ സഹായിക്കുന്ന എല്ലാ സംവിധാനവും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. കമ്പനികളും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ നിനക്ക് ഞാൻ നൽകുന്നുണ്ട്. ശരിക്കും മാർക്കിനെ നിന്ന നിൽപ്പിൽ വലിയൊരു സംഭവമായി വളർത്തിയെടുക്കാനുള്ള എല്ലാ സംവിധാനവും ഷാൻഹായ് ഉറപ്പു പറഞ്ഞതും മാർക്ക് ആ കവറ് ഷാൻഹായുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. മാസ്റ്റർ ഷാൻഹായ്, സോറി, ഞാനിത് സ്വീകരിക്കില്ല. അങ്ങനെ മാർക്ക് ഷാൻഹായോട് പറഞ്ഞതും ഷാൻഹായ് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ഇത് ആലോചിച്ച് പറയുന്ന മറുപടിയാണോ? ഷാൻഹായ്, ഞാൻ ആലോചിക്കാതെ ഒരു മറുപടി പറയുന്ന ആളല്ല. ഞാനിപ്പോൾ ഒരു സാധാരണക്കാരനാണ്, തികച്ചും ഓർഡിനറിയാണ്. പക്ഷെ നാളെ ഞാൻ അങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിക്കാൻ നിങ്ങൾക്ക് പോലും അവകാശമില്ല. നാളെ ഞാൻ എമിലിയെ ചോദിച്ച് നിങ്ങളുടെ വസതിയിലെത്തുമ്പോൾ നിങ്ങൾക്കാർക്കും എന്നെ തള്ളിപ്പറയാൻ കഴിയാത്ത ശരിയിൽ ഞാൻ എൻ്റെ പ്രാധാന്യം ഉറപ്പിച്ചിട്ടുണ്ടാവും. ശരിക്കും മാർക്ക് അങ്ങനെ പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ ഒരു കോൺഫിഡൻസ് നിഴലിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഷാൻഹായ് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, നിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. ഈ സമയമായപ്പോൾ അവരുടെ വാഹനം നഗരത്തിന് പുറത്ത് ഒരു വിജനമായ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഷാൻഹായ് വാഹനം നിർത്തി.
അയാൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി. കൂടെ മാർക്ക് ഫെല്ലർ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരുടെ അടുത്തേക്ക് രണ്ടാളുകൾ വന്നു. ആ ആളുകളെ ഒന്ന് നോക്കിയിട്ട് ഷാൻഹായ് അവരോട് പറഞ്ഞു, ഇത് മാർക്ക് ഫെല്ലർ, ഞാൻ മാർക്ക് ഫെല്ലറെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഷാൻഹായ് വീണ്ടും കാറിലേക്ക് കയറി. ഷാൻഹായ് കയറിയതും കാറ് സ്റ്റാർട്ടായി. ആ നിമിഷത്തിൽ ഷാൻഹായ് ആ ആളുകളോട് പറഞ്ഞു, ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും മാർക്കിന്റെ ജീവൻ നഷ്ടപ്പെടരുത്. അങ്ങനെ ഷാൻഹായ് പറഞ്ഞതും കാറ് മൂവ് ചെയ്ത് തുടങ്ങി. ആ കാറ് മൂവ് ചെയ്യുന്നത് കൗതുകത്തോടെ കണ്ടു നിൽക്കുകയാണ് മാർക്ക് ഫെല്ലറുടെ മുഖത്ത് ഒരു ഭയവുമില്ല എന്ന് മാർക്കിന്റെ അടുത്ത് നിൽക്കുന്ന ആ രണ്ട് ചെറുപ്പക്കാർക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമായി. രണ്ടുപേരും മാർക്കിനോട് പറഞ്ഞു, ഏയ്, നിന്നെ എന്ത് ചെയ്യണമെന്ന് മാസ്റ്റർ ഷാൻഹായ് പറഞ്ഞത് നീ കേട്ടല്ലോ. അങ്ങനെ അവർ പറഞ്ഞപ്പോ മാർക്ക് അവർ രണ്ടുപേരും ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഓ, നിങ്ങൾ രണ്ടുപേരും ഗ്രാൻഡ് മാസ്റ്ററിൽ 4th ലെവലുള്ള ആളുകളാണല്ലേ. ശേ, ഈ ഷാൻഹായിയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ലോ ധരിച്ചത്. പെട്ടെന്ന് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ കൗതുകത്തോടെ മാർക്കിന്റെ മുഖത്തേക്ക് നോക്കി. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങളെപ്പോലുള്ള രണ്ട് കക്ഷികളെ എന്നെ നേരിടാനായി തിരഞ്ഞെടുത്ത ഷാൻഹായിയെ കുറിച്ച് ഞാൻ വല്ലാതെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് ചിന്തിച്ചു പോയല്ലോ. നീ എന്താ പറഞ്ഞേ? ഞങ്ങൾ തീരെ മോശമാണെന്നല്ലോ നീ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞ അവന്മാർ പെട്ടെന്ന് അവരുടെ ബോഡിയിൽ നിന്ന് ഇന്റർണൽ എനർജി റിലീസ് ചെയ്തു. ശരിക്കും ശക്തമായ പ്രഷർ അവർ രണ്ടുപേരും ചുറ്റും ഉണ്ടാക്കിയാണ്. അത് കാണുമ്പോൾ മാർക്ക് ഫെല്ലർക്ക് ഭയമുണ്ടാകുമെന്ന് അവർക്ക് അറിയാം. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്ക് ഒന്ന് മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിക്കുമ്പോഴേക്കും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു ഗോൾഡൻ പ്രകാശം ഉണ്ടായി തുടങ്ങിയിരുന്നു. മുന്നോട്ട് കുതിച്ച മാർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാകും മുമ്പ് മാർക്കിന്റെ വലത് കൈ അതിൽ ഒരാളുടെ നെഞ്ചിൽ പതിച്ചു കഴിഞ്ഞു. അതിശക്തമായി മാർക്ക് ഫെല്ലർ ആ ഗ്രാൻഡ് മാസ്റ്റർ 4th ലെവലിലെ ആ മനുഷ്യന്റെ നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ചതും ഇടിയേറ്റ് ആ മനുഷ്യൻ ശരിക്കും കണ്ണു തള്ളി പോവുകയാണ്. അയാൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം അയാളുടെ ബോഡിയിൽ ഉണ്ടായി. ഇടിയേറ്റ് അയാളുടെ നെഞ്ച് ഏതാണ്ട് അടർന്നു മാറിയിട്ടുണ്ട്. വൻ വേഗതയിൽ ആ സംഭവം നടന്നതുകൊണ്ട് അയാളുടെ നെഞ്ച് അടർന്ന് തെറിച്ചു പോയത് അയാൾക്ക് ശരിക്കും വിസിബിൾ ആണ്. അയാളുടെ നെഞ്ച് ശരിക്കും അകത്തോട്ട് വളഞ്ഞ് പൊത്തുപോയിരിക്കുകയാണ്. മാർക്കിന്റെ കൈ അയാളുടെ നെഞ്ചിലൂടെ കടന്ന് മറുഭാഗത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് അയാൾക്ക് കാണാം. ഈ കാഴ്ച കണ്ട കൂടെ നിൽക്കുന്ന ആള് അമ്പരപ്പെട് മാർക്കിനെ നോക്കുമ്പോൾ തിരിഞ്ഞ മാർക്ക് ഒരൊറ്റ ഇടി. ആ നിമിഷത്തിൽ ആ കൈ അവന്റെ തലയിലാ പതിച്ചത്. തല ചിതറി. 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സും താഴെ വീണു. രണ്ടുപേരും താഴെ വീണതും മാർക്ക് ഫെല്ലർ കൈ ഉയർത്തി ഒരു നീല ഫ്ലെയിം സൃഷ്ടിച്ചു. ആ നീല സ്പിരിച്വൽ ഫ്ലെയിം ആ 2 ബോഡിയിലേക്ക് കൊണ്ടുവന്ന മാർക്ക് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ ബോഡി അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കി. അതിനുശേഷം മാർക്ക് ദേഹത്തുള്ള ചോരയൊക്കെ തുടച്ചു കളഞ്ഞിട്ട് സാവധാനം നടന്ന് റോഡിലോട്ട് കയറി. റോഡിൽ നിന്ന് ലേശം മാറിയാണ് ഷാൻഹായ് മാർക്കിനെ കൊണ്ടുവന്ന് ഇറക്കിയത്. മാർക്ക് അധികം സമയം കഴിയുമ്പോൾ നീൽ ഫ്ലെമിംഗ് ഉള്ള ഹോട്ടലിലെത്തി. ഹോട്ടൽ മുറിയിൽ മാർക്ക് എത്തിയതും നീല് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്തായി? എമിലി പ്രപ്പോസ് ചെയ്തോ? നീൽ, അതൊക്കെ ഇനി ഒരുപാട് സമയം പിടിക്കുന്ന കേസല്ലേ. മാർക്കിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ നീലിനുണ്ട്. നീൽ അവന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് മാർക്ക് എമിലിയെ കെട്ടിപ്പിടിക്കുന്നത്. ബ്ലാക്ക് കുടുംബത്തിലെ ആ ഒണാൻഡോള്ളി എമിലി ബ്ലാക്കിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എമിലിക്ക് അത്രയേറെ ഇഷ്ടം മാർക്കിനോട് ഉള്ളത് കൊണ്ടല്ലേ മാർക്കിന് അത് പറ്റിയത്. അത് പരസ്യമായി ഒരുപാട് സെക്യൂരിറ്റി ഗാർഡുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മാർക്ക് ഫെല്ലർ എമിലിയെ കെട്ടിപ്പിടിച്ചത്. അതുകൊണ്ട് തന്നെ മാർക്കിനോട് ചോദിക്കാൻ നീലിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ, നീ നിന്റെ മുറി പോയി ഉറങ്ങാൻ നോക്ക്, ഞാൻ വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നീലിനെ അവന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം മാർക്കിന്റെ മനസ്സിൽ അവന്റെ അച്ഛൻ നൽകിയിരിക്കുന്ന ആ ലൈബ്രറി പരിശോധിച്ചു തുടങ്ങി. അതിന്റെ കാരണം അന്നത്തെ അനുഭവമാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ ഡൈനിങ് ടേബിളിൽ നടന്ന കാര്യങ്ങൾ മാർക്കിന്റെ മനസ്സിൽ ശരിക്കും വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിൽ എമിലി ബ്ലാക്കിന്റെ പിതാവ് അലോഷ്യസിന് ഒരു സ്ഥാനവുമില്ല എന്ന കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഷാൻഹായും അലോഷ്യസിന്റെ ആ 2 സഹോദരന്മാരും ഒരു ടീമാണ്. അലോഷ്യയ്ക്കൊപ്പമായിരിക്കില്ല ഓൾഡ് മാസ്റ്റർക്ക് ശേഷം അവർ നിൽക്കുക. ആ 3 സഹോദരന്മാരും ഒരു ടീമായി നിൽക്കുമ്പോൾ അലോഷ്യയും എമിലിയും തികച്ചും ഒറ്റപ്പെട്ടു പോകും. ആ കാര്യത്തിൽ മാർക്കിന് ഒരു സംശയമില്ല. താൻ ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു. എമിലിയെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ മാർക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും.
അക്കാര്യം മാർക്ക് 100% ഉറപ്പാണ്. മാർക്കിന് ആ ന്യൂസ് അറസ്റ്ററിലെ ആ മിടുക്കന്മാരെ തോൽപ്പിച്ചേ പറ്റൂ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താൻ അവൻ്റെ അച്ഛൻ്റെ ലൈബ്രറി എത്രത്തോളം സഹായിക്കുമെന്നാണ് മാർക്ക് നോക്കുന്നത്. മാർക്ക് പിറ്റേന്ന് രാവിലെ ന്യൂസ് അറസ്റ്ററിലെ ആർമി ക്യാമ്പിൽ എത്തുമ്പോൾ എല്ലാവരും വലിയ ആവേശത്തിലാണ്. അതിൻ്റെ കാരണം അവർ ഫൈനൽ കടന്ന കാര്യം ഉറപ്പിച്ചതാണ്. മാർക്കിനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. എല്ലാ ആളുകളും വെയിറ്റ് ചെയ്യുന്നത് ഫൈനൽ മത്സരം തുടങ്ങാൻ വേണ്ടിയാണ്. ഫൈനലിൽ ചിൽഷെയറിന് എതിരായി എത്തിയിരിക്കുന്നത് ന്യൂസ് അറസ്റ്ററിലെ മെഡിക്കൽ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആ ടീമാണ്. സാക്ഷാൽ ഗോഡ് ഓഫ് വാർ ലാരി ഹോംസിന്റെ സ്വന്തം ടീം. ലാരി ഹോംസ് വരാൻ വേണ്ടിയാണ് സകലരും വെയിറ്റ് ചെയ്യുന്നത്. കമാൻഡർ ലോങ് ഇപ്പോൾ അവിടെ ശരിക്കും ഒരു പോപ്പുലർ ആയിട്ടുണ്ട്. കമാൻഡർ ലോങ്ങിന്റെ സഹപ്രവർത്തകർ മറ്റ് മെഡിക്കൽ ഡിസ്ട്രിക്റ്റുകളുടെ ചുമതലക്കാരായിട്ടുണ്ടല്ലോ, അവരെല്ലാം ലോങ്ങിന് അടുത്ത് വന്ന് ലോങ്ങിനെ അഭിനന്ദിക്കുന്നുണ്ട്. 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം അതിലൊന്ന് ഇപ്പോൾ ചിൽഷെയർ ഉറപ്പിച്ചിരിക്കുകയാണ്. ചിൽഷെയറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ചിൽഷെയർ അവസാന സ്ഥാനത്തിന് മുകളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോങ്ങിനെ അഭിനന്ദിക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ ലോങ്ങിന് അത് ശരിക്കൊരു വലിയ ആവേശം ഉണ്ടാക്കുകയാണ്. ആ സമയത്താണ് മാർക്ക് ഫെല്ലർ അവിടേക്ക് വരുന്നത്. മാർക്ക് ഫെല്ലറെ കണ്ടതും കമാൻഡർ ലോങ് മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് വന്നു. മാർക്ക്, നീ അറിഞ്ഞു കാണുമല്ലോ, നമ്മൾ ഫൈനലിൽ കടന്നിരിക്കുകയാണ്. കമാൻഡർ, ഞാനത് അറിഞ്ഞായിരുന്നു. ഇവിടെ വന്നപ്പോഴേ അവരെല്ലാം കൂടെ പറഞ്ഞു. ഓക്കെ, ഇനി ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, നമുക്ക് എന്തായാലും 2ാം സ്ഥാനം ഉറപ്പാണ്. നമ്മുടെ എതിരാളി ന്യൂസ് അറസ്റ്ററുകാരാണല്ലോ, അവരെ തോപ്പിക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ലോങ് പറഞ്ഞപ്പോൾ മാർക്ക് ഒന്ന് പുഞ്ചിരിച്ചു. ഗോഡ് ഓഫ് വാർ ലാരി ഹോംസ് വന്ന ഉടൻ മത്സരം ആരംഭിച്ചു. രാവിലെ 10 മണിക്കാണ് മത്സരം തുടങ്ങിയത്. 2 മണിക്കൂറാണ് ഫൈറ്റ്. ആ മത്സരം ശരിക്കും അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ശൈലിയിലായി. ചിൽഷെയറിന്റെ 18 പേരും ന്യൂസ് അറസ്റ്ററുടെ 18 പേരും അവരുടെ ആ ആയോധന വിധികളുമായി ഏറ്റുമുട്ടിയപ്പോൾ 2 ടീമും കട്ടയ്ക്ക് നിൽക്കുകയാണ്. പതുക്കെ പതുക്കെ ഓരോ ആളുകളായി ഔട്ടായി തുടങ്ങി. മത്സരം തുടങ്ങി ഏകദേശം 1 മണിക്കൂറായപ്പോൾ ന്യൂസ് അറസ്റ്ററിലെ 8 ആളുകളും ചിൽഷെയറിന്റെ 5 ആളുകളും ഔട്ടായി കഴിഞ്ഞു. ഇനി ന്യൂസ് അറസ്റ്ററിന് ബാലൻസ് ഉള്ളത് 10 പേരാണ്. ചിൽഷെയറിൽ 13 ആളുകൾ. രാവിലെ 11 മണിയായപ്പോൾ ചിൽഷെയറിലെ ടീമിൽ 13 പേരും ന്യൂസ് അറസ്റ്ററിലെ ടീമിൽ 8 പേരുമായിട്ട് മാറിയ ആ ഫൈറ്റ് 12 മണിയാകാറായപ്പോൾ ചിൽഷെയറിൽ 3ഉം ന്യൂസ് അറസ്റ്ററിൽ 1 ആളുമായി മാറി. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഘടനമാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറായി അവിടെയുള്ള മുഴുവൻ ആളുകളും വല്ലാത്തൊരു അമ്പരപ്പൊടിയാണ് ആ കാഴ്ച കണ്ടത്. ഈ ഫൈറ്റ് കാണുന്ന ആളുകളിൽ ചിലരെങ്കിലും മാർഷൽ ആർട്സുമായി ബന്ധമില്ലാത്ത ആളുകളാണ്. അവർക്ക് ശരിക്കും ഇതിന്റെ പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ ആളുകൾ വീഴുമ്പോൾ അവർക്കത് മനസ്സിലാവും. ഇപ്പോൾ ചിൽഷെയറിൽ 3 ആളുകളും ന്യൂസ് അറസ്റ്ററിൽ 1 ആളുമാണെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമാണ്. ന്യൂസ് അറസ്റ്റർ പരാജയപ്പെടാൻ പോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഏതാണ്ട് തെളിഞ്ഞു നിൽക്കുമ്പോൾ അവസാന ഫൈറ്റ് ആരംഭിച്ചു. 1ഉം 3ഉം തമ്മിലുള്ള ആ ഫൈറ്റ് തുടങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ചിൽഷെയറിലെ ആ 3 പേരും താഴേക്ക് വീണു. അത് കണ്ടതും ന്യൂസ് അറസ്റ്ററിലെ ആളുകൾ ചാടി എണീറ്റ് വല്ലാത്ത ആഹ്ലാദ പ്രകടനം തുടങ്ങി. ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ലോങ് സന്തോഷത്തോടുകൂടി കൈയിടിച്ചു. ഇപ്രാവശ്യം നമുക്ക് 2ാം സ്ഥാനം. എന്നാൽ അതേ സമയത്ത് ഈ കാഴ്ച ശ്രദ്ധാപൂർവ്വം കണ്ടുകൊണ്ടിരുന്ന ഗോഡ് ഓഫ് വാർ ലാരി ഹോംസ് വല്ലാത്ത അസംതൃപ്തിയോടുകൂടി കണ്ണുകൾ ഒന്ന് അടച്ചു. നടന്ന കാര്യം അത്ര ശരിയല്ല എന്നൊരു തോന്നൽ ലാരി ഹോംസിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ലാരി ഹോംസ് കണ്ണടച്ചുകൊണ്ട് പതുക്കെ പറയുകയും ചെയ്തു, വിജയിച്ചത് ചിൽഷെയറാണ്. ന്യൂസ് അറസ്റ്റർ പരാജയപ്പെട്ടു എന്ന് ഗോഡ് ഓഫ് വാർ ലാരി ഹോംസിൽ 100% ഉറപ്പാണ്. അവസാന നിമിഷം ചിൽഷെയർ ന്യൂസ് അറസ്റ്റർ വിജയിക്കാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തതാണ്. അവസാനം അവിടെ ഉണ്ടായിരുന്ന 3 പേരും ന്യൂസ് അറസ്റ്ററുകാരന്റെ പഞ്ചിൽ താഴേക്ക് വീണതല്ല. അവിടെ പുറത്ത് ആ പഞ്ച് തൊടുന്നതിന് മുമ്പേ അവർ താഴേക്ക് വീഴുകയായിരുന്നു. മനഃപൂർവ്വം തോൽവി അവർ ഏറ്റുവാങ്ങിയതാണ്. അക്കാര്യം ലാരി ഹോംസിന് ഏതാണ്ട് 100% ഉറപ്പാണ്. ഈ സമയത്താണ് ഹോസ്റ്റ് ഒരു അനൗൺസ്മെന്റ് നടത്തിയത്. ഇനിയാണ് ഈ മത്സരത്തിലെ ഏറ്റവും അവസാനത്തെ രംഗം നടക്കാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫൈനൽ എന്ന് വിളിക്കാം. ന്യൂസ് അറസ്റ്ററിന്റെ കോച്ചും ചിൽഷെയറിന്റെ കോച്ചും തമ്മിലുള്ള ആ ഫൈറ്റിലെ വിജയി ഇന്നത്തെ മത്സരത്തിന്റെ വിജയി തീരുമാനിക്കും. ചിൽഷെയറും ന്യൂസ് അറസ്റ്ററും തമ്മിലുള്ള ആ ഫൈറ്റ്
ഏതാണ്ട് കട്ടയ്ക്ക് ആയിരുന്നതുകൊണ്ട് വലിയ പോയിന്റ് വ്യത്യാസത്തിലല്ല ചിൽഷർ തോറ്റിരിക്കുന്നത്. ചിൽഷറിന്റെ കോച്ചിന് ന്യൂസിലൻഡിന്റെ കോച്ചിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഉറപ്പായും ചിൽഷർ വിജയിക്കും. അതാണ് ആ അനൗൺസ്മെന്റിന്റെ കാതൽ. അത് കേട്ടതും കമാൻഡർ ലോങ് ഒന്ന് പുഞ്ചിരിച്ചു. അയാൾക്ക് ന്യൂസിലൻഡ് വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ലാരി ഹോംസിന്റെ പ്രിയ ശിഷ്യൻ ഫെഡ് റേ ആണ് ന്യൂസിലൻഡിനെ പരിശീലിപ്പിക്കുന്നത്. ന്യൂസിലൻഡിന്റെ കോച്ച് ഫെഡ് റേ ശക്തനായ പോരാളിയാണ്. അയാളെ തോപ്പിക്കാൻ മാർക്കിന് ഒരിക്കലും പറ്റത്തില്ല. അക്കാര്യം ലോകിൽ 100% ഉറപ്പാണ്. ഈ സമയത്ത് ഫൈറ്റ് നടക്കുന്ന വെന്യൂവിലേക്ക് സാക്ഷാൽ ഫെഡ് റേ കയറി കഴിഞ്ഞു. സ്റ്റേജിലേക്ക് കയറിയ ഫെഡ് റേ ശരിക്കും കൈ രണ്ടും ഉയർത്തി അയാൾ ഒരു സംഭവമാണെന്നുള്ള ശൈലി എല്ലാവരും ഒന്ന് കാണിക്കുകയാണ്. ഫെഡ് റേ ഉറക്കെ പറഞ്ഞു, എവിടെ ന്യൂസിലൻഡിലെ കോച്ച്, വാ ഒന്ന് ഫൈറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈ രണ്ടും ഒന്ന് ആകാശത്തിലേക്ക് പഞ്ച് ചെയ്യുമ്പോൾ ആ പഞ്ചിന് വളരെയൊരു പവർ അനുഭവപ്പെടുകയാണ്. ഈ സമയത്താണ് മാർക്ക് ഫെല്ലർ സ്റ്റേജിലേക്ക് കയറുന്നത്. മാർക്ക് ഫെല്ലർ നടന്ന് ഫെഡ്രയുടെ അടുത്തെത്തി. മാർക്ക് ഫെല്ലർ ആ സ്റ്റേജിലേക്ക് കടന്നതും ഫെഡ്രെ പറഞ്ഞു, ഓ നീയാണല്ലേ മാർക്ക് ഫെല്ലർ, എനിവേ ഞാൻ നിന്നെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചിൽഷർ ഈ ശൈലിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നല്ല. മാർക്ക്, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു ഫെഡ്രെ. ഫെഡ്രെ നമുക്ക് ആരംഭിക്കാം. ഏയ് മാർക്ക്, നീ ആ 18 പേരെയും പരിശീലിപ്പിച്ചത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എനിക്കറിയാം എൻ്റെ പിള്ളേരടുത്ത് നിന്റെ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫെഡ്രെ ശരിക്കും അയാളുടെ ഇന്റേണൽ എനർജി ഒന്ന് റിലീസ് ചെയ്തു. അയാൾ ഇന്റേണൽ എനർജി റിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇന്റേണൽ എനർജി ചുറ്റും വ്യാപിക്കുകയാണ്. ആ എനർജി അങ്ങനെ വ്യാപിച്ചു വരുമ്പോൾ അതൊരു പ്രഷർ എല്ലായിടത്തും ചൊലുത്തുന്നുണ്ട്. ആ പ്രഷർ ആ കാഴ്ച കാണുന്ന ശക്തരല്ലാത്ത ആളുകളെ ഒന്ന് ബാധിച്ചിട്ടുമുണ്ട്. പക്ഷെ മാർക്ക് ഫെല്ലർ ആ കാഴ്ച കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് ഫെഡ്രയോട് പറഞ്ഞു, ഫെഡ് നമുക്ക് ഫൈറ്റ് ആരംഭിക്കാം. തന്റെ ഷോ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ഫൈറ്റ് ആരംഭിക്കണമെന്ന് മാർക്ക് ഫെല്ലർ വീണ്ടും പറഞ്ഞപ്പോൾ ഫെഡിന് ലേശം ദേഷ്യം വന്നു. ആ ദേഷ്യം മാർക്ക് ഫെല്ലറോട് തീർക്കാനായിട്ട് അയാൾ ദേഷ്യം മുഴുവൻ ഉള്ളിലേക്ക് ആവാഹിച്ച് ഒരൊറ്റ കുതിപ്പ്. സാക്ഷാൽ ലാരി ഹോംസിന്റെ ശിഷ്യൻ എന്താണെന്ന് ഈ ലോകം അറിയേണ്ടിയിരിക്കുന്നു. ആ ഒരു തീരുമാനം അയാളുടെ കുതിപ്പിന്റെ പിന്നിലുണ്ട്. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ ഇരു കാലുകളും അതിവേഗം ചലിക്കുകയാണ്. അതോടൊപ്പം അയാളുടെ കൈയും, അയാളുടെ മുന്നോട്ട് നീട്ടിപ്പിടിച്ചിരിക്കുന്ന ആ കൈ മുന്നോട്ട് ചലിക്കുമ്പോൾ വല്ലാത്തൊരു കാറ്റ് അതിനൊപ്പം മുന്നോട്ട് ചലിക്കുകയാണ്. ശരിക്കും ആ കളിസ്ഥലത്തിനകത്തുള്ള പൊടിയും പടലങ്ങളും ഒക്കെ ഇളകി തെറിക്കുന്നു എന്ന് പറയാം. ഒരു വല്ലാത്ത ഫോഴ്സ് അവിടെ ഫെഡ്രെ സൃഷ്ടിച്ചു. അതിശക്തമായി മുന്നോട്ട് കുതിച്ച ഫെഡ്രെ ഒന്നും ആകാശത്ത് ഉയർന്ന് താണ് ഒരൊറ്റ ഇടി. കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് അയാൾ മാർക്ക് ഫെല്ലറെ ഇടിച്ചത്. ഒറ്റ ഇടിക്ക് മാർക്ക് ഫെല്ലറെ തെറിപ്പിച്ചുകൊണ്ട് ആ മത്സരത്തിൽ ഒരു അപ്രമാദിത്വം നേടാം എന്നുള്ള ഫെഡ്രയുടെ തീരുമാനം ആ ഇടിയിൽ പ്രതിഫലിക്കുകയാണ്. ഫെഡ്രയുടെ അതിശക്തമായ ഇടി മാർക്കിന്റെ ബോഡിക്ക് അടുത്ത് വന്നതും മാർക്ക് ഒന്ന് ഒഴിഞ്ഞു. മാർക്കിന്റെ ബോഡി തൊടാതെ ആ കൈ ഇങ്ങ് കടന്നുപോയി. മാർക്കിനെ കടന്ന് ഫെഡ്രെ മുന്നോട്ട് വന്നപ്പോൾ ഫെഡ്രയ്ക്ക് ഒരു അതിശയം. ഒന്ന് തിരിഞ്ഞ ഫെഡ്രെ മാർക്കിനോടായി പറഞ്ഞു, കൊള്ളാം, നീ മനോഹരമായി ഒഴിഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫെഡ്രെ വീണ്ടും മാർക്കിനെ ആക്രമിച്ചു. മാർക്ക് വീണ്ടും ഒഴിഞ്ഞു. രണ്ടാമതും മാർക്ക് ഒഴിഞ്ഞപ്പോൾ ഫെഡിന് ദേഷ്യം വരികയാണ്. അയാൾ അടുത്ത 1 മിനിറ്റിനുള്ളിൽ ഡസൻ കണക്കിന് പഞ്ചാണ് മാർക്കിന് നേരെ തൊടുത്തത്. പക്ഷെ ഒരു പഞ്ചും മാർക്കിന് തൊട്ടില്ല. മാർക്ക് ഒഴിയുകയാണ്. എന്താണ് ആ സ്റ്റേജിൽ നടക്കുന്നതെന്ന് ശരിക്കും അറിയാൻ വേണ്ടി കാണികൾ അമ്പരപ്പോടെ ആ സ്റ്റേജിലേക്ക് നോക്കുകയാണ്. ഫെഡ്രയെ ഓടി നടന്ന് മാർക്കിനെ ഇടിക്കുന്ന അവർക്ക് കാണാം. പക്ഷെ മാർക്കിന്റെ പുറത്ത് അത് കൊള്ളുന്നില്ല. മാർക്ക് ഒഴിയുകയാണ്. മാർക്ക് വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും ചരിഞ്ഞും ഒക്കെ ഒഴിഞ്ഞു മാറുകയാണ്. ഒരു തവണ പോലും മാർക്കിന്റെ പുറത്ത് തൊടാൻ ഫെഡിന് പറ്റാതാവുമ്പോൾ സ്വാഭാവികമായും ഫെഡിന് ദേഷ്യം കൂടുകയാണ്. ഫെഡ്രെ മാർക്കിന്റെ പുറത്ത് ഇടിക്കാൻ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം ഏകദേശം 15 മിനിറ്റ് ആയപ്പോൾ 100 കടന്നു എന്ന് പറയാം. കഴിഞ്ഞ 15 മിനിറ്റ് കൊണ്ട് 100 തവണയെങ്കിലും ഫെഡ്രെ മാർക്കിനെ ആക്രമിച്ചു കാണും. ആകാശത്തേക്ക് ചാടി ഉയർന്നും ജമ്പ് ചെയ്തും കറങ്ങിയും പല ശൈലിയിൽ അയാൾ മാർക്കിനെ ആക്രമിച്ചതാണ്. പക്ഷെ ഒരിക്കൽ പോലും മാർക്കിന്റെ പുറത്ത് അയാളുടെ കൈകാലുകൾ തൊട്ടില്ല. ഇപ്പോ ഫെഡ്രയ്ക്ക് ലേശം ഒരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും ക്ഷീണം അനുഭവപ്പെടുന്ന ഫെഡ്രെ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ എന്താ ഒരു ഭീരുവിനെ പോലെ
ഒളിച്ചു കളിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയിലേ വേണ്ടത്. അത് കേട്ടപ്പോൾ മാർക്ക് പറഞ്ഞു, മിസ്റ്റർ ഫെഡറെ, കോമ്പറ്റീഷനിൽ ഒഴിയുന്നതും ഒരു ഐറ്റമാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഫെഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്റെ പഞ്ച് താങ്ങാനുള്ള കരുത്ത് നിനക്കില്ല, അതുകൊണ്ടാണ് നീ ഒഴിയുന്നത്. അങ്ങനെ ഫെഡറെ പറഞ്ഞതും മാർക്ക് ഫെഡറയോട് പറഞ്ഞു, ഓക്കെ, എന്നാൽ ഞാൻ ഇനി ഒഴിയുന്നില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഫെഡറയ്ക്ക് ശരിക്കും സന്തോഷമായി. ഫെഡ് ശരിക്കും ശ്വാസം വന്ന് ഉള്ളിലേക്ക് എടുത്തു. അയാള് കഴിഞ്ഞ 15 മിനിറ്റായിട്ട് നിർത്താതെ ഓടുകയായിരുന്നു. അതിൻ്റെതായ ക്ഷീണം അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ക്ഷീണം ഒന്ന് മാറാനായി ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഫെഡറെ മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിച്ച ഫെഡറെ അയാളുടെ സകല പവറും അയാളുടെ വലത് കൈയിലേക്ക് കൊണ്ടുവന്നു. അതിശക്തമായി അയാൾ മാർക്കിനെ പഞ്ച് ചെയ്തു. മാർക്ക് ഈ പ്രാവശ്യം ഒഴിയുന്നതിന് പകരം അയാളുടെ വലത് കൈ ഉയർത്തി ആ പഞ്ച് തടുത്തു. ശക്തമായ പഞ്ചിനെ അതുപോലെ തന്നെ ശക്തിയോടെ മാർക്ക് ഫെല്ലർ തടുത്തപ്പോൾ അതിൻ്റെ ഫലമായി അവിടെ ഒരു പൊടിപടലം ഉയരുകയാണ്. ഫെഡറയുടെ ആ ഇടിക്ക് വളരെ പവർ ഉള്ളത് കൊണ്ട് ശരിക്കും കാറ്റ് അതിനോടൊപ്പം വരുന്നുണ്ട്. ആ കാറ്റ് വരുന്നതിനോടൊപ്പമാണ് മാർക്കിൻ്റെ കൈ ഒന്ന് തടസ്സം പിടിക്കുന്നത്. ആ പൊടിപടലങ്ങൾ ഒന്ന് അടങ്ങിയപ്പോൾ ആളുകൾ മാർക്കും ഫെഡും അതാത് സ്ഥലങ്ങളിൽ നിൽക്കുന്ന കണ്ടത്. ഫെഡറെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ കൊള്ളാം, എന്നെ ഈ പഞ്ച് നീ തടുത്തല്ലോ. അത് കേട്ടതും മാർക്ക് ഫെഡറയോട് പറഞ്ഞു, ഫെഡറെ, നിന്റെ പഞ്ചിന് ശക്തിയുണ്ട്, പക്ഷേ പഞ്ചിന് വേണ്ടത്ര പെനിട്രേഷൻ ഇല്ല. ഒരു ഫൈറ്റ് നടക്കുമ്പോൾ പെനിട്രേറ്റിംഗ് പവർ വളരെ പ്രാധാന്യമുള്ളതാണ്. അതില്ലെങ്കിൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശബ്ദം താഴ്ത്തിയാണ് മാർക്ക് ഫെല്ലർ ഫെഡറയോട് അത് പറഞ്ഞത്. പക്ഷേ ആ ശബ്ദം താഴ്ത്തി മാർക്ക് പറഞ്ഞ കാര്യം ലാരി ഹോംസിന്റെ ചെവികളിൽ കൃത്യമായി പതിഞ്ഞു. ലാരി ഹോംസ് ചെവി വട്ടം പിടിക്കുമ്പോൾ ഫെഡറെ വീണ്ടും മുന്നോട്ട് കുതിച്ചു. ഫെഡറെ അതിശക്തമായി ചാടി ഉയർന്ന് പഞ്ച് ചെയ്തെങ്കിലും മാർക്ക് പിന്നെ കൈകൊണ്ട് തടുത്തു. മാർക്ക് ഫെഡറയോട് പറഞ്ഞു, ഫെഡറെ, ഞാൻ പറഞ്ഞില്ലേ നിന്റെ പഞ്ചിന് പെനിട്രേറ്റിംഗ് പവർ ഇല്ലെന്ന്. പെനിട്രേറ്റിംഗ് പവറും സൂക്ഷ്മതയും അത് രണ്ടും ഉണ്ടെങ്കിലേ നിന്റെ ശക്തിക്ക് ഉപയോഗം ഉണ്ടാവും, അല്ലെങ്കിൽ നീ ധൈര്യമായി തോറ്റുപോകും. ഫെഡറയോട് വീണ്ടും മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഫെഡറയ്ക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. ഈ സമയത്ത് ലാരി ഹോംസ് അയാളുടെ സീറ്റിൽ നിന്ന് എണീറ്റു. സീറ്റിൽ നിന്ന് എണീറ്റ് ലാരി ഹോംസ് ഉറക്കെ പറഞ്ഞു, ഫെഡ് തോറ്റു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലാരി ഹോംസ് അയാളുടെ മുറിയിലേക്ക് നടന്നു. ലാരി ഹോംസ് എന്താണ് പറഞ്ഞതെന്ന് പലരും കേട്ടില്ല. പക്ഷെ അയാൾ എണീറ്റ് നടന്നു പോകുന്നത് പലരും കണ്ടു. പക്ഷെ അതേ സമയത്ത് ബാക്കിയുള്ള ആളുകളുടെ മുഴുവൻ ശ്രദ്ധ ഫൈറ്റ് നടക്കുന്ന കളത്തിലേക്ക് ആയതുകൊണ്ട് ആളുകൾ ആ കളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഫെഡറെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പറഞ്ഞോളൂ എന്റെ പഞ്ചിന് പെനിട്രേഷൻ പോരാന്ന്. ശരി, നീ ഒന്ന് പഞ്ച് ചെയ്, ആ പെനിട്രേഷൻ ഞാൻ കാണട്ടെ. ഫെഡറെ, അത് വേണോ? മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ നീ ചെയ്, നിന്റെ ആ വാചകടിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഞാൻ കാണട്ടെ. അങ്ങനെ ഫെഡറെ പറഞ്ഞതും മാർക്ക് നിന്ന സ്ഥലത്തുനിന്ന് പതുക്കെ ഒന്ന് മൂവ് ചെയ്തു. ശരിക്കും മാർക്കിന്റെ ബോഡി പുറകോട്ടൊന്ന് എടുത്ത് ഒന്ന് മുന്നോട്ടായിരുന്നു. അതിന്റെ ഫലമായി ഒരു ആക്കം മാർക്കിന്റെ ബോഡിക്കുണ്ടായി. മാർക്കിന്റെ വലത് കൈ വലിയ വേഗതയിലല്ലാതെ പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. അധികം വേഗതയില്ലാതെ മുന്നോട്ട് കുതിച്ചു വരുന്ന മാർക്കിനെ കണ്ട ഫെഡറെ ഒന്ന് ചിരിച്ചു. ഈ വേഗതയിലാണോ ഇയാൾ എന്നെ പെനിട്രേറ്റ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഫെഡറെ കരുതുമ്പോഴേക്കും മാർക്ക് ശരിക്കും അയാളുടെ അടുത്തെത്താറായി കഴിഞ്ഞു. മാർക്കിന്റെ വലത് കൈ ഉണ്ടാക്കിയ പ്രഷർ ഈ സമയത്ത് ഫെഡിന് അനുഭവപ്പെട്ടു തുടങ്ങി. ശരിക്കും ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയും പവറും ആ വലത് കൈയിൽ ഫെഡറയ്ക്ക് അനുഭവപ്പെടുകയാണ്. ഫെഡറയുടെ പുറത്തേക്ക് ആ കൈ ഉണ്ടാക്കിയ കാറ്റടിച്ചപ്പോൾ അയാളുടെ തലമുടി ഒന്ന് എണീറ്റു തുടങ്ങി. ദേഹം മുഴുവൻ വിറയ്ക്കുകയാണ്. അയാൾ അണിഞ്ഞിരുന്ന ഡ്രസ്സ് കീറി പറഞ്ഞു. ഫെഡറെ ശരിക്കും അനങ്ങാൻ പറ്റാതെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് മാർക്കിന്റെ കൈ ശക്തമായി മുന്നോട്ട് കുതിച്ചു. താൻ തീർന്നു എന്ന് ഫെഡറയ്ക്ക് പൂർണ്ണമായും ബോധ്യമായ നിമിഷം. പക്ഷേ മാർക്കിന്റെ കൈ ഫെഡറയുടെ മുഖത്തിന് കൃത്യം 2 സെന്റിമീറ്റർ അടുത്തെത്തിയപ്പോൾ സ്റ്റോപ്പായി. ശക്തമായ ഒരു പ്രഷർ തനിക്ക് അനുഭവപ്പെട്ടിരുന്നത് പെട്ടെന്ന് കുറഞ്ഞപ്പോൾ ഫെഡറെ കണ്ണു തുറന്നു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളുടെ കണ്ണിന് നേരെ നിന്ന് മാർക്ക് ആ കൈ പിൻവലിക്കുന്നതാണ് അയാൾ കണ്ടത്. ഫെഡറെ നിന്ന് വിറയ്ക്കുകയാണ്. ശരിക്കും പെനിട്രേറ്റിംഗ് പവർ എന്താണെന്ന് ഫെഡറെ ഇത് അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ്. ഫെഡിനെ ഒന്ന് നോക്കിയിട്ട് പുറകോട്ട് നീങ്ങിയ മാർക്ക് സ്റ്റേജിന്റെ നടുക്ക് വന്ന് തല കുനിച്ച് ജഡ്ജസിനോടായി പറഞ്ഞു, ഞാൻ തോൽവി സമ്മതിക്കുന്നു.
എന്താണ് സംഭവിച്ചെന്ന് ആളുകൾക്ക് വലുതായിട്ട് മനസ്സിലായിട്ടില്ല. രണ്ടുപേരും തമ്മിൽ ശക്തമായി ഫൈറ്റ് ചെയ്യുന്നത് അവരെല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഇതാ സിൽച്ചറിന്റെ കോച്ച് തോൽവി സമ്മതിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അത് കണ്ട ഹോസ്റ്റ് മൈക്ക് കയ്യിലെടുത്തു. അയാൾ ആ മൈക്ക് കയ്യിലെടുത്തിട്ട് അനൗൺസ് ചെയ്യാണ്. ഇവിടെ നടന്ന മത്സരത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച ടീമാണ് ചിൽഷെയർ. ചിൽഷെയറിന്റെ കോച്ച് മാർക്ക് ഫെല്ലർ അവസാനം നടന്ന ഫൈറ്റിൽ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് തന്നെ വിജയം പ്രഖ്യാപിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. ഞാൻ വിജയം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ അനൗൺസ്മെന്റ് നടത്തുന്ന ആൾ പറഞ്ഞതും റേ ഓടി അനൗൺസ് നടത്തുന്ന ആളുടെ അടുത്തെത്തി. അയാൾ അനൗൺസ് നടത്തുന്ന ആളുടെ കയ്യിൽ നിന്ന് ആ മൈക്ക് പിടിച്ചു വാങ്ങിച്ചു. അയാൾ ഉറക്കെ മൈക്കിലൂടെ പറഞ്ഞു, ഞാൻ തോറ്റതായി സമ്മതിക്കുന്നു. വിജയിച്ചത് മാർക്ക് ഫെല്ലറാണ്. ന്യൂ സെലസ്റ്ററിന്റെ കോച്ച് റേ തന്നെ തോൽവി സ്വയം സമ്മതിച്ചപ്പോൾ ആ അനൗൺസ് ചെയ്യുന്ന ആൾക്കും ജഡ്ജസിനും പിന്നെ അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവർ ഉടൻ വിജയം പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ മാർഷൽ കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കുന്നത് ചെൽഷെയർ മിലിറ്ററി ഡിസ്ട്രിക്റ്റ് ആണ്. ട്രോഫി ഏറ്റുവാങ്ങാനായി കോച്ച് മാർക്ക് ഫെല്ലറെയും സംഘാംഗങ്ങളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശരിക്കും കാതടപ്പിക്കുന്ന കയ്യടി എല്ലാ ഭാഗത്തുനിന്നും ഉടനുണ്ടായി. 2 ദിവസങ്ങളിലായി അവിടെ നടന്ന മത്സരം പൂർണ്ണമായും കണ്ടിരിക്കുന്ന പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ചിൽഷെയറിന്റെ വിജയത്തിൽ വല്ലാത്ത സന്തോഷം. ന്യൂ സെലസ്റ്റുകാർക്ക് പോലും വല്ലാത്ത സന്തോഷം. അവർക്കറിയാം അവർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം. ഈ സമയത്ത് സാക്ഷാൽ കമാൻഡർ ലോങ് വല്ലാത്ത വിഷമത്തിലാണ്. അയാൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ലാരി ഹോംസിന്റെ ടീമിനെ അയാളുടെ ടീം പരാജയപ്പെടുത്തുമെന്ന്. ലാരി ഹോംസ് ഗോഡ് ഓഫ് വാർ ആണ്. ലാരി ഹോംസിന്റെ ടീമിനെ പരാജയപ്പെടുത്തിയാൽ ലാരി ഹോംസ് അക്കാര്യം മനസ്സിൽ സൂക്ഷിക്കുമോ എന്നൊരു ഭയമാണ് ലോങ്ങിനുള്ളത്. കമാൻഡർ ലോങ് അമ്പരപ്പോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തപ്പെട്ട് നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലറും ടീം അംഗങ്ങളും ചേർന്ന് ആ ട്രോഫി കയ്യിൽ വാങ്ങിച്ചു കഴിഞ്ഞു. ശരിക്കും ട്രോഫി കൈ വാങ്ങിച്ചപ്പോൾ ഒരു വല്ലാത്ത ആഹ്ലാദ പ്രകടനം തന്നെ അവിടെ നടന്നു. മാർക്കിന്റെ സംഘാംഗങ്ങൾ മാർക്കിനെ എടുത്തുയർത്തി ആ സ്റ്റേജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവർ ഭയങ്കര ആഹ്ലാദത്തിലാണ്. അവർ ശരിക്കും മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയാണ്. അവരുടെ സന്തോഷത്തിൽ ബാക്കിയുള്ള മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ ടീം അംഗങ്ങളോട് ചേർന്നപ്പോൾ ഒരു വലിയ ആഘോഷം തന്നെ ഉണ്ടായി. ആ ആഘോഷത്തിന്റെ ഭാഗമായി ന്യൂ സെലസ്റ്റുകാരും മാറി. അവർക്കും ഭയങ്കര സന്തോഷം. ആത്യന്തികമായി ഇവരെല്ലാവരും പൈറോയിലെ വിവിധ മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ ആളുകളാണ്. എല്ലാവരും ഒരു ടീമിന്റെ തന്നെ ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ ശരിക്കും ആഹ്ലാദം അവിടെ അലയടിക്കുമ്പോൾ ലോങ് മാർക്ക് ഫെല്ലറെ അയാൾ അടുത്തേക്ക് വിളിച്ചു. ആ ആഹ്ലാദ യാത്രക്കിടയിൽ നിന്ന് മാർക്ക് ഫെല്ലർ പതുക്കെ നുഴഞ്ഞ് പുറത്തിറങ്ങി ലോങ്ങിന്റെ അടുത്ത് വന്നു. ലോങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്തായി ചെയ്തത്? കമാൻഡർ ലോങ്, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പരസ്യമായി തോൽവി സമ്മതിച്ചതല്ലേ. പക്ഷെ ആ റേ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. മാർക്ക് അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ ലോങ്ങിന് ഒന്നും പറയാനില്ല. ലോങ് പറഞ്ഞതുപോലെ എല്ലാം മാർക്ക് ചെയ്തു. ലോങ്ങിന്റെ ആവശ്യപ്രകാരമാണ് മാർക്കിന്റെ ടീം അവസാനം പരാജയം ന്യൂ സെലസ്റ്റിനോട് സമ്മതിച്ചത്. മാർക്ക് തോൽവി സമ്മതിച്ചതും ലോങ് ആവശ്യപ്പെട്ട പ്രകാരമാണ്. 2 തവണ അവർ ന്യൂ സെലസ്റ്റിനോട് തോൽവി സമ്മതിച്ചിട്ടും ജഡ്ജസ് വിജയെ പ്രഖ്യാപിച്ചത് ചിൽഷെയറിനെയാണ്. ആഘോഷങ്ങളെ കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലറും ടീമും ചിൽഷെയറിലേക്ക് പോകാനായി റെഡിയാകുമ്പോഴാണ് റേ മാർക്കിനെ തേടി വന്നത്. റേ മാർക്കിനോട് പറഞ്ഞു, ഓഫീസർ, ലാരി ഹോംസ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ഓഫ് വാർ ലാരി ഹോംസ് മാർക്കിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞതും മാർക്ക് റേക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ആ സംഭവം കണ്ട ലോങ് വല്ലാതെ അമ്പരപ്പ് നിൽക്കുകയാണ്. എന്തെങ്കിലും ലാരി ഹോംസ് ചെയ്യുമോ? ശരിക്കൊരു ഭയം ലോങ്ങിനുണ്ട്. ലോങ് ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. റേക്കും മാർക്കിനൊപ്പം ലാരി ഹോംസിന്റെ അടുത്തേക്ക് പോകണമോ വേണ്ടിയോ എന്നുള്ളതാണ് അയാളുടെ സംശയം. അയാളങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോഴേക്കും മാർക്കും റേയും കൂടി നടന്ന് ലാരി ഹോംസ് നിൽക്കുന്ന ഭാഗത്തെത്തി. ലാരി ഹോംസ് ഒരു വാഹനത്തിന്റെ മുന്നിൽ ചാരി നിൽക്കുകയാണ്. മാർക്ക് ലാരി ഹോംസിന്റെ അടുത്തെത്തി. ഓഫീസർ ഹോംസ് അങ്ങനെ വിളിച്ചുകൊണ്ടാണ് മാർക്ക് ചെല്ലുന്നത്. മാർക്കിനെ കണ്ടതും ലാരി ഹോംസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നിന്റെ ഈ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മാർക്ക്, നീ ആരുടെ കീഴിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ആരാ നിന്റെ മാസ്റ്റർ? ഓഫീസർ ഹോംസ്, എനിക്ക് അങ്ങനെ ഒരു മാസ്റ്റർ ഇല്ല. മാസ്റ്റർ ഇല്ലേ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാനൊരു അവസരം തരാം. നിനക്ക് എന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതമാണോ? ഗോഡ് ഓഫ് വാർ ലാരി ഹോംസിന്റെ ആ ചോദ്യം ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ലാരി ഹോംസ് സാധാരണഗതിയിൽ പേഴ്സണലായിട്ട് ആരെയും പ്രാക്ടീസ് ചെയ്യിക്കാറില്ല. ഇവിടെ ഇതാ ലാരി ഹോംസ് സ്വന്തം അനുയായിയായിട്ട് മാർക്കിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്.
മാർക്ക് ഫെല്ലറും ലാരി ഹോംസ് പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും അമ്പരന്നിരിക്കുകയാണ്. അയാളും ഇത് പ്രതീക്ഷിച്ചില്ല. മാർക്ക് അല്പനേരം ഒന്ന് ആലോചിച്ചിട്ട് ലാരി ഹോംസിനോട് പറഞ്ഞു, ഓഫീസർ ഹോംസ്, ദയവായി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഫ്രീലാൻസായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. മാർക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം ലാരി ഹോംസിന് മനസ്സിലാകും. ലാരി ആ ഉത്തരം പ്രതീക്ഷിച്ചിരുന്നതാണ്. ലാരി ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ ഓക്കെ ഓക്കെ, നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കും അറിയാം, അങ്ങനെ തുടരുക. അങ്ങനെ പറഞ്ഞിട്ട് ലാരി ഹോംസ് അയാളുടെ വാഹനത്തിലേക്ക് കയറി. വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ ലാരി മാർക്കിനെ അടുത്തേക്ക് വിളിച്ചു. മാർക്ക് ലാരിയുടെ അടുത്തെത്തിയതും ലാരി ശബ്ദം താഴ്ത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. നീ ശക്തനാകുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ആ ശക്തി ഈ പൈറോയിലെ ജനങ്ങൾക്ക് നേരെ, രാഷ്ട്രത്തിന് നേരെ ആകാതെ നോക്കണം. അങ്ങനെ സംഭവിച്ചാൽ നീ എൻ്റെ കൈ കൊണ്ട് തീരും. ലാരി ഹോംസ് രാഷ്ട്രത്തിൻ്റെ രക്ഷകനാണ്. രാഷ്ട്രത്തിനെതിരായി ആരെങ്കിലും മുന്നോട്ട് നീങ്ങിയാൽ അയാളെ തീർക്കാൻ ലാരി ഹോംസിന് ഒരു മടിയുമില്ലെന്നാണ് ലാരി മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് ലാരിയോട് പറഞ്ഞു, ഓഫീസർ ഹോംസ്, ഉറപ്പായും അങ്ങേക്ക് ഞാൻ വാക്ക് നൽകുന്നു, ഞാൻ ഒരിക്കലും രാഷ്ട്രത്തിനെതിരാവില്ല. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ലാരി ഹോംസ് മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക മാത്രം ചെയ്തു. വാഹനം മൂവ് ചെയ്തു. ശരിക്കും സന്തോഷത്തോടുകൂടിയാണ് മാർക്ക് ഫെല്ലറും നീൽ ഫ്ലെമിംഗും ന്യൂ സെറസിൽ നിന്ന് ചിൽഷറിൽ മടങ്ങിയെത്തുന്നത്. ചിൽഷറിൽ മിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ മടങ്ങിയെത്തിയ അവർ അതിവേഗം അവരുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയുടൻ അവർ റിച്ചാർഡ് ഊവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. റിച്ചാർഡ് ഊവിന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. മാർക്ക്, ഇത് തികച്ചും അതിശയമായിരിക്കുകയാണ്. ന്യൂ സെറസിൽ ഈ ശൈലിയിൽ ഒരു വിജയം നീ നേടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. നിന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയൊക്കെ വെച്ചിരുന്നെങ്കിലും ഇത്രയും വലിയ പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ റിച്ചാർഡ് വു പറയുമ്പോൾ ഫോണിലൂടെ ഷിയാവു മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ന്യൂ ഇയർ അല്ലേ വരുന്നത്, ഫ്രീ അല്ലേ, വാ ന്യൂ ഇയർ ആഘോഷം ഇവിടെ നമ്മുടെ വീട്ടിൽ നടത്താം. അത് കേട്ടപ്പോൾ മാർക്ക് ഷിയോടും റിച്ചാർഡ് വുവിനോടായി പറഞ്ഞു, ഏയ് അത് വേണ്ട, ഞാൻ ഈ വർഷത്തെ എൻ്റെ ന്യൂ ഇയർ ആഘോഷം ഞാൻ ജനിച്ചു വളർന്ന മിഡിൽ സിറ്റി തന്നെ നടത്താൻ പോവുകയാണ്. കുറേ നാളായി മിഡിൽ സിറ്റിയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ആഘോഷിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് റിച്ചാർഡ് വുവിനോട് പറഞ്ഞു, ചീഫു, ഒരു കാര്യം കൂടി ഉണ്ട്. എന്നെ ഗോഡ് ഓഫ് വാർ ലാരി ഹോംസ് അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഏയ് മാർക്ക്, അതൊരു വലിയ കാര്യമല്ലേ, നീ അത് സ്വീകരിച്ചില്ലേ? ചീഫു, ഞാൻ അത് സ്വീകരിച്ചില്ല. അങ്ങേക്ക് എന്റെ കാരണം അറിയാമല്ലോ. റിച്ചാർഡ് വുവിന് കാരണം അറിയാം. മാർക്കിന്റെ ലക്ഷ്യം എമിലിയാണ്. എമിലിയെ സ്വന്തമാക്കാനായി ശക്തി നേടുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും മാർക്കിനില്ല. മാർക്ക് പറഞ്ഞ കാര്യം മനസ്സിലാക്കിയ റിച്ചാർഡ് വു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പക്ഷേ ഒരു നല്ല അവസരമാണ് നിനക്ക് കിട്ടിയത്. സാക്ഷാൽ ലാരി ഹോംസിന്റെ ശിഷ്യനാണ് നീ എന്നുള്ള വിവരം ആളുകൾ അറിയുമ്പോൾ ആരും നിന്നെ തൊടില്ലായിരുന്നു. ആ ഹാൻസ് കുടുംബം നിന്നെ തൊടാൻ രണ്ടാമതൊന്ന് ആലോചിച്ചിനെ. റിച്ചാർഡ് വുവും മാർക്കും അങ്ങനെ സംസാരിക്കുമ്പോൾ ഇതേ വിഷയം ഹാൻസ് കുടുംബത്തിൽ ഹാൻസ് വിൽമൗണ്ടും അയാളുടെ സെക്രട്ടറി തമ്മിൽ സംസാരിക്കുകയാണ്. സെക്രട്ടറി അയാൾ അറിഞ്ഞ വാർത്ത വിൽമൗണ്ടിന് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ആ സംഭാഷണം സ്റ്റാർട്ട് ചെയ്തത്. യങ് മാസ്റ്റർ, ലാരി ഹോംസ് അയാൾ ശിഷ്യനാകാൻ മാർക്ക് ഫെല്ലറെ വിളിച്ചിരിക്കുകയാണ്. അത് കേട്ടതും ഇരുന്ന സ്ഥലത്ത് നിന്ന് ചാടി എണീറ്റ് പോയി സാക്ഷാൽ ഹാൻസ് വിൽമൗണ്ട്. ഏയ് നീ എന്തായി പറയുന്ന? അതേ യങ് മാസ്റ്റർ, ഗോഡ് ഓഫ് വാർ ലാരി ഹോംസ് അയാൾ ശിഷ്യനാകാൻ മാർക്കിനെ ഇൻവൈറ്റ് ചെയ്തു. എന്നിട്ട് യങ് മാസ്റ്റർ, അതല്ലേ രസം. മാർക്ക് ഫെല്ലർ അത് വേണ്ടാന്ന് വെച്ചു. ആശ്വാസമായി. ബ്ലാക്ക് കുടുംബത്തിന്റെ ആ കാരണവർ ഹാൻസ് വിൽമൗണ്ടിന് ഒരു പ്രശ്നമാണ്. അയാളെ നേരിടാൻ തന്നെ ഹാൻസ് വിൽമൗണ്ട് ശരിക്കും ബുദ്ധിമുട്ടും. അപ്പോഴാണ് സാക്ഷാൽ ഗോഡ് ഓഫ് വാർ കൂടി എതിരാകുന്നത്. മാർക്ക് ഗോഡ് ഓഫ് വാറിന്റെ ശിഷ്യനായാൽ പിന്നെ അയാൾക്ക് ഒരു രക്ഷയുമില്ല. അക്കാര്യം ഹാൻസ് വിൽമൗണ്ടിന് നന്നായിട്ട് അറിയാം. ഹാൻസ് വിൽമൗണ്ട് പല്ലുറുമിക്കൊണ്ട് അയാളുടെ സെക്രട്ടറിയോട് പറഞ്ഞു, ആ വയസ്സൊന്ന് ചത്ത് കിട്ടിയാൽ ആ നിമിഷം ഞാൻ എവരെ സ്വന്തമാക്കും. അയാളുടെ ശവകുടീരത്തിന് മുന്നിൽ കൊണ്ടുപോയി ഞാൻ അവളെ പീഡിപ്പിച്ചനെ. അത് ആ ശവകുടീരത്തിൽ കിടന്ന് അയാൾ കണ്ടനെ. ആ വയസ്സിനോട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ശരിക്കും ബ്ലാക്ക് കുടുംബത്തിലെ സകല ആളുകളും ഹാൻസ് വിൽമൗണ്ടും എമിലി ബ്ലാക്ക് എന്നുള്ള വിവാഹത്തെ അനുകൂലിക്കുന്നവരാണ്. ആ വിവാഹ ബന്ധത്തെ എതിർക്കുന്നത് സാക്ഷാൽ ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കാണ്. സെബാസ്റ്റ്യൻ ബ്ലാക്ക് കൂടെ ഉള്ളത് കൊണ്ടാണ് എമിലി ഹാൻസ് വിൽമൗണ്ടിനെ തള്ളി പറയുന്നത്. അക്കാര്യം വിൽമൗണ്ടിന് നന്നായിട്ട് അറിയാം.
ന്യൂസലസിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ മാർക്കും നീലും കൂടി ന്യൂ ഇയർ ആഘോഷിക്കാനായി മിഡിൽ സിറ്റിയിലേക്ക് തിരിച്ചു. മിഡിൽ സിറ്റിയിലേക്കുള്ള അവരുടെ ആ യാത്ര ശരിക്കും രസകരമാണ്. മിഡിൽ സിറ്റിയിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സെറ്റിലായിട്ടുള്ള ആളുകളൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. വില കൂടിയ കാറുകൾ തങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് നീലും മാർക്കും കാണുന്നുണ്ട്. ഒരു ആഹ്ലാദം എല്ലാ ഭാഗത്തും നിർലിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ന്യൂ ഇയർ ആഘോഷം സന്തോഷകരമായ ഒരു അനുഭവമായി മാർക്കിന് ഫീൽ ചെയ്യുന്നത്. കുറേ വർഷങ്ങൾ മിഡിൽ സിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് മാർക്ക് ഫെല്ലർ. അന്നൊന്നും ഒരു ന്യൂ ഇയർ ആഘോഷവും മാർക്ക് അറിഞ്ഞിരുന്നില്ല എന്നാണ് സത്യം. മാർക്കിന്റെ വാഹനം അവരുടെ ആ വസതിക്ക് അടുത്തെത്തി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മാർക്ക് രസകരമായ ഒരു കാഴ്ച കണ്ടു. മാർക്കിന്റെ മുൻ ഭാര്യ സാക്ഷാൽ സൺ യാനിമ 3-4 ചെറുപ്പക്കാരുടെ ഇടയിൽ പെട്ടു നിൽക്കുന്നതാണ് മാർക്ക് കാണുന്നത്. ആ ചെറുപ്പക്കാർ യാനിമയെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഏയ്, നീ പണം എപ്പോൾ നൽകും? ആ ചോദ്യം കേട്ടാണ് മാർക്ക് യഥാർത്ഥത്തിൽ അങ്ങോട്ട് നോക്കുന്നത് തന്നെ. അങ്ങോട്ട് നോക്കിയ മാർക്ക് കാണുന്നത് യാനിമയാണ്. യാനിമയുടെ കഴുത്തിൽ ഒരാൾ പിടിച്ചിട്ടുണ്ട്. അവൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം. കുറച്ച് ദിവസം കഴിഞ്ഞ്. കുറച്ച് ദിവസമോ? എത്ര നാളായി നീ കുറച്ച് ദിവസം എന്ന് പറയുന്നു? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കാലിയെടുത്തൊരു ഒറ്റ ചവിട്ട്. അവളുടെ വയറ്റിലാണ് ചവിട്ടേറ്റത്. ചവിട്ടേറ്റ് യാനിമ താഴെ വീണു. താഴെ വീണ അവളെ വലിച്ചു പൊക്കിയെടുത്തിട്ട് മറ്റു ചെറുപ്പക്കാരൻ ഒരൊറ്റ അടി. പണം വാങ്ങുമ്പോൾ തിരിച്ചു തരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ചെറുപ്പക്കാരെ അടിച്ചത്. ഈ സമയത്ത് കാറിൽ നിന്ന് മാർക്ക് ഫെല്ലറും നീൽ ഫ്ലെമിംഗും പുറത്തിറങ്ങിക്കഴിഞ്ഞു. കാറിന്റെ ഡോർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ശബ്ദം സ്വാഭാവികമായിട്ടും യാനിമ കേട്ടു. യാനിമ രക്ഷപ്പെടാൻ ഒരു പഴുത് നോക്കുമ്പോഴാണ് അവൾ മാർക്ക് ഫെല്ലറെ കണ്ടത്. മാർക്ക് ഫെല്ലറെ കണ്ടതും സർവ്വശക്തിയെടുത്ത് അവളെ പിടിച്ചിരിക്കുന്ന ആളുകളുടെ പിടിവിടിവിച്ച യാനിമ ഓടി മാർക്കിനടുത്തെത്തി. മാർക്കിനടുത്തേക്ക് ഓടിയെത്തി അവൾ മാർക്കിന്റെ കാലിൽ കെട്ടിപ്പിടിക്കുകയാണ്. മാർക്ക്, പ്ലീസ്, എന്നെ എങ്ങനെയും രക്ഷിക്കണം. തന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന യാനിമയെ കണ്ട മാർക്ക് യാനിമയോട് പറഞ്ഞു, ഏയ്, കാലിന് കൈയെടുക്ക്. ഈ സമയത്ത് ആ ചെറുപ്പക്കാർ അവിടെ നിന്ന് നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. ആ ചെറുപ്പക്കാരിൽ ഒരാൾ മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, ഏയ്, ആരാ നീ? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് യാനിമയാണ്. ഇത് എന്റെ ഭർത്താവാണ്. ഓഡി RX-7 കാറിലാണ് മാർക്ക് ഫെല്ലർ എത്തിയിരിക്കുന്നത്. ആ കാറിൽ എത്തിയിരിക്കുന്ന ആള് അവരുടെ ഭർത്താവാണെന്ന് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാർ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഏയ്, ഇവൾ നൽകാനുള്ള പണം അപ്പോൾ നീ നൽകിയാൽ മതി. അത് കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, ഇവളുമായി എനിക്കൊരു ബന്ധവുമില്ല, ഞങ്ങളുടെ ഡിവോഴ്സ് പണ്ടേ കഴിഞ്ഞതാണ്. അത് കേട്ടതും ആ ചെറുപ്പക്കാർ വീണ്ടും യാനിമയുടെ തലമുടി പിടിച്ചു. മാർക്കിന്റെ കാലിൽ പിടിച്ചിരിക്കുന്ന യാനിമയെ അവർ വലിച്ചെടുക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത മാർക്കിന് തോന്നി. മാർക്ക് ഇടത് കൈ ഒന്ന് വീശുന്ന അപ്പോഴാണ്. ശരിക്കും മാർക്ക് ഇടത് കൈ കാഷ്വലായിട്ടൊന്ന് വീശിയതും ഒരു കാറ്റ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ആ കാറ്റിൽ ആ ചെറുപ്പക്കാർ തെറിച്ച് ദൂരേക്ക് വീണു. മാർക്ക് ഫെല്ലർ കൈയെന്ന് വീശിയപ്പോൾ തെറിച്ച് ആ ചെറുപ്പക്കാർ ദൂരേക്ക് വീണപ്പോൾ ആ ചെറുപ്പക്കാർക്ക് വല്ലാത്തൊരു ഭയം തോന്നി. ഭയന്നുപോയ അവന്മാർ ഒരു വാക്ക് പോലും പറയാതെ ഒരൊറ്റ ഓട്ടം ആ ഹൗസിങ്ങുകളുടെ മുകളിലേക്കുള്ള റോഡിലേക്ക് അവർ അതിവേഗം ഓടുമ്പോൾ യാനിമ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇപ്പോഴും നിനക്ക് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ നീ എന്നെ രക്ഷിച്ചത്. യാനിമ, മേലാൽ ഈ വാചകങ്ങൾ എന്നോട് പറയരുത്. ഇനി നീ വാ തുറന്നാൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തല്ലിക്കൊല്ലും. അങ്ങനെ മാർക്ക് പറഞ്ഞെങ്കിലും ചിരിച്ചുകൊണ്ട് യാനിമ മാർക്കിനോട് പറഞ്ഞു, താങ്ക് യു മാർക്ക്, താങ്ക് യു. മാർക്കിന് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ യാനിമയും ഒരൊറ്റ ഓട്ടം. അവൾ എന്തൊക്കെയോ തരികിട പരിപാടികൾ ചെയ്താണ് ജീവിക്കുന്നതെന്ന് അവളുടെ ആ ഓട്ടം വിളിച്ചു പറയുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.